Praise the Lord. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. जल्दी जल्दी आने वाला प्रभु यीशु मसीह के नाम में सभी प्रियजनों को प्रेम का वंदना. കൃപയാൽ കർത്താവ് നമുക്ക് ഒരു ദിവസം ദാനമായി നൽകി. अनुग्रह से प्रभु ने हमको और एक दिन दिया है. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ വചനം ധ്യാനിക്കുവാൻ കർത്താവ് അവസരം നൽകി. और एक दिन प्रभु ने हमको प्रभु को उपस्थिति में रहकर वचन को मनन करने के लिए एक और मौका दिया. ആ വചനത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും നൽകി. और उस वचन के लिए भूख और प्यास भी दिया. ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ये सब परमेश्वर का दान है. കർത്താവിന്റെ സ്നേഹത്തെയും അവിടുത്തെ കരുണയെയും പരിപാലനത്തെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. इसलिए प्रभु का दया और करुणा जो हमारे ऊपर मेहरबान है, उस विषय में मैं प्रभु को याद करते हुए मैं धन्यवाद देना चाहता हूँ. നിങ്ങളെല്ലാവരും കർത്താവിൽ വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. और आप सब लोग मसीह में आनंदित है करके मैं विश्वास करता हूँ. നമുക്ക് ഡയറക്റ്റ് ദൈവവചനത്തിന്റെ ധ്യാനത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. इसलिए आज डायरेक्टली प्रभु का वचन के मनन में प्रवेश करना चाहता हूँ. അപ്പോൾ നമുക്ക് പ്രയോജനമുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. और इन दिनों में जो फायदे की बात है, लाभ की बात है, उस विषय को हम देख रहे थे. ആൾക്കാരെ എവിടെ നോക്കിയാലും പ്രയോജനമുള്ളതാണ് നോക്കുന്നത്. हम लोग जब भी जिधर भी देखते हैं किस बात में फायदा हो सके उस बात को पकड़ते हैं. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് നിത്യതയിലേക്ക് പ്രയോജനമുള്ളതാണെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് എത്രമാത്രം സന്തോഷപ്രദമാണ്. आमीन. तो प्रभु का वचन जो अनंतता के लिए बहुत फायदादायक देने वाला बात है, उस बात को हम खोज करेंगे तो कितना हमारे लिए फलवन की और आनंद की बात है. കാരണം ഈ കാര്യങ്ങളെല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല, നിത്യതയിലേക്ക് പ്രയോജനമുള്ളതാണ്. आमीन. क्योंकि प्रभु के वचन की बातों में जो खोज करता है वो इधर में खत्म नहीं होता, बल्कि अनंतता में और आगे चलते रहेगा. അപ്പോൾ നമ്മൾ ഒരു കാര്യം കണ്ടു. इसलिए एक बात हमने देखा. എന്താണ് കണ്ടത്? वो क्या है? ദൈവഭക്തി ഈ ജീവിതത്തിനും നിത്യതയ്ക്കും പ്രയോജനമുള്ളതാണ് കണ്ടു. जो भक्ति जो है, भक्ति पूर्वक जीवन जो है, परमेश्वर की ओर की भक्ति जो है, वो केवल इसी युग के इसी समय के लिए नहीं बल्कि आने वाला युग के लिए भी लाभ है. ഒരു യഥാർത്ഥ ഭക്തൻ ഒരിക്കലും ഈ ലോകത്തിന്റെ അവസ്ഥകളിൽ അവൻ വ്യാകുലനാകുന്നില്ല. एक सच्चा भक्ति कभी भी संसार का अवस्था को देखकर कभी चिंतित नहीं होता. ദൈവവുമായിട്ട് യഥാർത്ഥ ബന്ധത്തിൽ വന്നൊരു വ്യക്തി जो प्रभु के साथ सच्चा रिश्ते में एक बार आ चुका है, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതികൂലത്തിലും അതിനെ തരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു നല്ല ദൈവവുമായിട്ടുള്ള ബന്ധമുള്ളതുകൊണ്ട് അവന് നല്ല ഉറപ്പുണ്ട്. एक सच्चा भक्ति क्योंकि वो प्रभु के साथ अच्छा रिश्ते में वो जी रहा है, हर परिस्थिति में मजबूती से वो जीता है. ഞാൻ നിങ്ങളോട് ഒരു വാക്യം ഞാൻ അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി പറയാൻ ആഗ്രഹിക്കുകയാണ്. उसका याद के लिए मैं एक वचन पढ़ना चाहता हूँ. ഹബക്കൂക്ക് 3-ാം അധ്യായത്തിന്റെ 17-18 വാക്യം നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ടാവുമല്ലോ. हबक्कुक का पुस्तक 3रा अध्याय उसका 7 और 8 में हम पढ़ते हैं. 17-18 सॉरी 3-ന്റെ-17-18 हबक्कुक 3 का 17-18 വളരെ എപ്പോഴും ദൈവഭക്തന്മാരെ ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ്. हमेशा प्रभु के दास लोग ये वचन इस्तेमाल करते हैं. അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒരു മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്നും നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല, എങ്കിലും എൻ്റെ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഭക്തന്റെ സാക്ഷ്യമാണ്. मैंने यहाँ पर हबक्कुक भक्त का एक बहुत अच्छा गवाही को देख सकते हैं जो गीत के स्वरूप बताया है. उसका 3 का 17-18 पढ़ेंगे. क्योंकि चाहे अंजीर के वृक्ष में फूल न लगे और न दाखलताओं में फल लगे, जलपाई के वृक्ष से केवल धोखा पाया जाए और खेतों में अन्न न उपजे, भेड़शालाओं में भेड़ बकरियां न रहे और न थानों में गाय बैल हो, तो भी मैं यहोवा के कारण आनंदित और मगन रहूंगा और अपने ഉദ്ധാരകർത്താ परमेश्वर के द्वारा अति प्रसन्न रहूंगा. അപ്പോൾ നമ്മുടെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഏത് പ്രതികൂലത്തിന്റെ മധ്യത്തിലും ദൈവവുമായിട്ടുള്ള യഥാർത്ഥ ബന്ധമുള്ള ഒരു ഭക്തന് ധൈര്യമായിട്ട് പറയാൻ കഴിയും, ഞാൻ ഇങ്ങനെയുള്ള പ്രതികൂലത്തിലൊന്നും കുലുങ്ങിപ്പോകയില്ല. तो इसके लिए एक सच्चा परमेश्वर का भक्त जो प्रभु में आश्रय करता है वो प्रभु में आनंदित करेगा. मुझे उद्धार दिया हुआ यहोवा के ऊपर मैं उसमें उल्लास करूंगा. और इसके लिए यह सच्चा भक्त कोई भी परिस्थिति में इस तरह वो गिरता नहीं बल्कि प्रभु में आनंद करने होता है. അല്ലെങ്കിൽ അവനെ ഭക്തനെന്ന് പറയാൻ കൊള്ളില്ല. अगर ऐसा नहीं कर पा रहा है तो फिर वो भक्त है करके थोड़ी बोल सकते हैं हम. അപ്പോൾ ഞാൻ ഇനി അതിനെ കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. उस विषय में मैं ज्यादा नहीं जा रहा. ഇന്ന് നമ്മൾ രണ്ടാമത് നമുക്ക് പ്രയോജനമുള്ള ഒരു കാര്യത്തിലേക്ക് പോകെ. तो आज हम लोग दूसरा बात जो हमको जो लाभदायक होगा, फायदा होगा, उस बात में हम जा रहे हैं. വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ്, बहुत ही मूल्यवान बातें हैं. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഇത് സ്വയത്തമാക്കുവാനായിട്ട് നിങ്ങൾ ഉത്സാഹിക്കണം. ये सब बातें हमारा आत्मिक जीवन में हमारा खुद का बना लेने का विषय में आप लोग यत्न करना है. നമുക്ക്
ഓരോ വിഷയം തന്നെ നമുക്ക് അനേക ദിവസങ്ങൾ നമുക്ക് ചിന്തിക്കാൻ മാത്രമുള്ള വിഷയങ്ങളുണ്ട്. हाँ, क्योंकि एक ही विषयों को अगर एक विषय में ले वो अनेक दिन हफ्ता भर तक जा सकता है. ऐसा गहरा विषय है अगर आप लोग सही रीति से मनन करेंगे तो. എങ്കിലും നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്കും അതിന് ചിന്തിക്കുവാൻ അവസരം നൽകിക്കൊണ്ട് ആ കാര്യങ്ങളെ ചെറുതാക്കി അല്ലെങ്കിൽ അധികം നീട്ടാതെ ഞാൻ പോവുകയാണ്. इसके लिए आप लोग भी उस विषय में मनन कर सके, इसके लिए मैं ज्यादा लंबा ना खींचते हुए उसको एकदम स्पष्ट रीति में संक्षेप में मैं बता के समझाना चाहता हूँ. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ നമുക്ക് പ്രയോജനമുള്ള കാര്യം ചിന്തിക്കാൻ പോവുകയാണ്. तो आज दूसरा बात है जो लाभदायक है, क्योंकि उस विषय में हम देखेंगे അത് ദൈവവചനത്തെ സംബന്ധിച്ചാണ്. वो परमेश्वर के वचन के आधार पर है. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കൂടി വരുമ്പോൾ ദൈവവചനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. इसीलिए हम लोग जब भी इकट्ठा होते समय में प्रभु का वचन को हम लोग ज्यादा मूल्य स्थान देते हैं. നമുക്ക് ഒരു വാക്യം വായിക്കാം. 2 തിമോത്തി 3-ാം അധ്യായം 16-17 വാക്യം വായിക്കാം. दूसरा तिमोथी 3रा अध्याय उसका 16 और 17. എല്ലാ തിരുവെഴുത്തും ദൈവസ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. पढ़ेंगे 16-17. संपूर्ण पवित्र शास्त्र परमेश्वर की प्रेरणा से रचा गया है और उपदेश और समझाने और सुधारने और धर्म की शिक्षा के लिए लाभदायक है. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രയോജനത്തെ കുറിച്ചാണ്. तो यहाँ पर हम परमेश्वर का वचन का जो लाभदायक बातें हैं वो हम देखते हैं. ഇവിടെ 4 കാര്യങ്ങൾക്ക് അത് പ്രയോജനപ്പെടുന്ന. यहाँ पर 4 बातों में वो लाभदायक है. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇങ്ങനെ ഇത്രമാത്രം പ്രയോജനമുള്ള ദൈവവചനത്തെ നമ്മൾ എത്രമാത്രം ഗൗരവമായി കാണുന്നുണ്ട്. इसके लिए परमेश्वर का जो वचन जो इतना लाभदायक है उसको कितना गौरव और गंभीर रीति से हम देखते हैं. അപ്പോൾ ഇവിടെ തിരുവചനം എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? ദൈവസ്വാസീയമാണ്. सबसे पहला बात हम देखते हैं कि परमेश्वर का वचन परमेश्वर का श्वास है. എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ വായിൽ നിന്നും പുറത്തു വന്നതാണ്. यानी कि परमेश्वर की मुंह से निकला हुआ बात है. അപ്പോൾ ദൈവസ്വാസീയമാണ്. क्योंकि परमेश्वर का श्वास है. ദൈവം ഉച്ഛ്വസിച്ചതാണ്. परमेश्वर ने जो श्वास निकाला है वो बात है. അപ്പോൾ അത് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. इसलिए बहुत मूल्यवान बात है. അപ്പോൾ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പത്രോസ് പറയുന്നത് 2 പത്രോസ് 1:20-21 വാക്യം വായിക്കുമ്പോൾ दूसरा पत्रोस पहला अध्याय 21 और 22 में हम पढ़ते हैं. പ്രവാചക വാക്യവും തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. आमीन. पढ़ेंगे दूसरा पत्रोस पहला अध्याय 20 और 21. पर पहले यह जान लो कि पवित्र शास्त्र की कोई भी भविष्यवाणी किसी के अपने ही विचारधारा के आधार पर पूर्ण नहीं होती, क्योंकि कोई भी भविष्यवाणी मनुष्य की इच्छा से कभी नहीं हुई, पर भक्त जन पवित्र आत्मा के द्वारा उभारे जाकर परमेश्वर की ओर से बोलते थे. ഈ വചനങ്ങളൊക്കെ നമ്മളൊന്ന് ശരിക്കും മനസ്സിലാക്കണം. इसलिए ये वचनों को हमें अच्छी रीति से समझना है. നമ്മുടെ കരങ്ങളിൽ ലഭിച്ചിരിക്കുന്ന ദൈവവചനത്തിന്റെ മഹാത്മ്യം അറിയാവുന്ന വിശുദ്ധന്മാർ തന്നെ കുറവാണ്. आज परमेश्वर का वचन का मूल्यता को गहराई रीति से समझकर उसको इसके रीति से चलने के लिए समझने वाले बहुत कम लोग हैं. നമ്മൾ ഓരോ കാര്യങ്ങളും തിരുവചനത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ നമ്മൾ ഉത്സാഹിക്കണം. इसके लिए एक दिन एक बातें प्रभु का वचन के आधार पर समझकर ग्रहण करने के लिए उत्सुकता में रहना है. തിരുവചനത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല. क्योंकि परमेश्वर का वचन का भविष्यवाणी कोई भी अपना समझ से उत्पन्न हुआ बातें नहीं है. ഇത് ഒരു ബുദ്ധിമാനായ മനുഷ്യന്റെയും ബുദ്ധിയിൽ നിന്നും ഉരുത്തിരിഞ്ഞ കാര്യങ്ങളേ അല്ല. क्योंकि ये कभी भी कोई बुद्धिमान ने सोचकर उसको उत्पन्न करके चलो ऐसा करते हैं बोलकर ऐसा उत्पन्न हुआ पुस्तक नहीं है. ये അനേക മതഗ്രന്ഥങ്ങളുണ്ട്. आज बहुत सारा धर्म का ग्रंथ है. അനേക വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ അറിയപ്പെടുന്നുണ്ട്. അതെല്ലാം ഓരോ മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞുള്ള കാര്യങ്ങൾ. ये सब अलग अलग ग्रंथ जो दुनिया में हम देख सकते हैं वो सब मनुष्य को बुद्धि से उत्पन्न हुआ बातें हैं. എന്നാൽ ബൈബിൾ അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. लेकिन बाइबल वैसा नहीं. ബൈബിൾ ദൈവത്തിന്റെ വചനമാണ്. बाइबल परमेश्वर का वचन है. അത് തിരുവെഴുത്താണ്. मतलब वो पवित्र शास्त्र है. അപ്പോൾ അതിന്റെ ആ ഓരോ പേരുകൾ പോലും ദൈവത്തിന് മാത്രം ഉപയോഗിക്കുന്നതും ദൈവത്തിൽ നിന്നും മാത്രം ഉള്ളതാണെന്നുള്ളതിന്റെ തെളിവും. और उसमें एक नाम जो दिया गया है जो परमेश्वर को वर्णन करता है वो परमेश्वर की ओर से है, परमेश्वर इस्तेमाल करता है करके ये बात एक सबूत है. അതുകൊണ്ടാണല്ലോ യെശയ്യാ 34:16 പറയുന്നത് യഹോവയുടെ പുസ്തകത്തിൽ വായിച്ച് അന്വേഷിച്ച് നോക്കുവിൻ. इसके लिए हम लोग Isaiah 34:16 में हम वहां पर पढ़ते हैं कि तुम यहोवा का पुस्तक में तुम खोजो. ഇത് യഹോവയുടെ പുസ്തകമാണ്. क्योंकि ये यहोवा का पुस्तक है. ഇത് ദൈവത്തിന്റെ വചനമാണ്. ये परमेश्वर का वचन है. അപ്പോൾ നമ്മൾ അതിന്റെ
അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. इसलिए ये इस बाइबल का मूल्यता हमें समझना है. എന്നിട്ട് ഇവിടെ പറയുന്നത് ഇത് മനുഷ്യന്റെ ഇഷ്ടത്തിൽ വന്നതല്ല. ये मनुष्य की इच्छा से उत्पन्न हुआ पुस्तक नहीं है. ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതാണ്. लेकिन भक्त लोग परमेश्वर के आत्मा के अगुवाई से वो लोग बात किए हैं. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക. इसलिए एक बात समझना है. അപ്പോൾ ഈ വചനത്തിന്റെ ഒരു വലിയ സവിശേഷത, इसलिए वचन का खासियत, മാറിപ്പോകുന്ന ലോകത്തിൽ മാറാത്ത ഒന്നുണ്ടെങ്കിൽ അത് തിരുവചനം മാത്രം. तो ये दुनिया जो बदल सकती है, बदलते रहती है, इसमें एक चीज जो कभी नहीं बदलता वो है परमेश्वर का वचन. ശ്രദ്ധിക്കണം. ध्यान से समझना. നമ്മൾ ജീവിക്കുന്നത് മാറിപ്പോകുന്ന ഒരു ലോകത്തിലാണ്. हम एक ऐसा दुनिया में जी रहा है जो प्रतिदिन बदलते जा रहा है. Praise the Lord. ഈ ലോകം ഒരിക്കൽ കത്തി നശിക്കും. और ये इसका अंत में ये दुनिया एक दिन जलकर राख हो जाएगा. ഈ ലോകം മാറിപ്പോകും. ये दुनिया हट जाएगा. എന്നാൽ ദൈവവചനം ഒരു നാൾ മാറിയല്ല. लेकिन परमेश्वर और परमेश्वर का वचन कभी नहीं बदलता. നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കും. इसलिए बहुत स्पष्ट रीति से समझना है. നമ്മൾ 1 പത്രോസ് 1:25 വായിക്കുന്നുണ്ട്. पहला पत्रोस पहला अध्याय उसका 25वां वाक्य में हम पढ़ते हैं. പിന്നെ കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു, അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. पढ़ेंगे. प्रभु का वचन युगानुयुग स्थिर रहता है और यही सुसमाचार का वचन है जो तुम्हें सुनाया गया था. അപ്പോൾ നാം ഇന്ന് കേൾക്കുന്ന ഈ വചനം, तो आज हम लोग ये वचन जो सुन रहे हैं അത് എന്നേക്കും നിലനിൽക്കും, वो सदा के लिए स्थिर रहता है. അതാണ് നിങ്ങളോട് പറയുന്ന വചനം. वही है ये वचन जो मैं आपको बोल रहा हूँ. മാറ്റമില്ലാത്ത വചനം. कभी बदलता नहीं. അപ്പോൾ നമുക്ക് കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ തന്നെ പറഞ്ഞ ഒരു പ്രസ്താവന ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. इसलिए प्रभु ने एक बात कहा, वो बात को मैं याद दिलाना चाहता हूँ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 35-ാം വാക്യത്തിന്റെ അവസാനം. യോഹन्ना का सुसमाचार उसका 10वां अध्याय उसका 35 का आखिरी भाग में, जॉन 10:35. തിരുവെഴുത്തിന് നീക്കം വന്നുകൂടായല്ലോ. उसका पवित्र शास्त्र की बात असत्य नहीं हो सकती. Praise the Lord. Amen. വളരെ വിലപ്പെട്ട ഒരു സത്യമാണ് പ്രിയമുള്ളവരെ. बोले बहुत ही मूल्यवान सच्चाई है ये. ഞാൻ നിങ്ങളോട് ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. इस विषय में मैं आपको कुछ बातें मैं बताना चाहता हूँ. നമ്മൾ കേൾക്കുന്ന ദൈവവചനത്തിന് ഇന്നും പല വിശുദ്ധന്മാരും കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കുന്നില്ല. ദൈവത്തോടുള്ള, ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മൾ ചിന്തിച്ചു, ദൈവഭയം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. तो आज इसके लिए आज परमेश्वर का वचन को वो मूल्यता देता नहीं. जबकि मैंने कल भी कहा था, परमेश्वर की ओर का जो भय भी है वो भी लोग खो बैठ रहे हैं. ഭക്തന്മാർ ഇന്ന് ഇല്ലാതായിരിക്കുക. आज सच्चा भक्त लोग का अवस्था नहीं है. നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം. इसलिए हम अपने आप को जांचे. നമുക്ക് ഈ ദൈവത്തിന്റെ നിത്യം നിലനിൽക്കുന്ന ഈ വചനങ്ങൾ ലഭിച്ചിട്ടും നമുക്ക് ഇന്ന് കർത്താവിനെ അറിയാനും കർത്താവിനെ സേവിക്കാനും ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ കഴിയുന്നുണ്ടോ? तो इसके लिए आज इस रीति से सच्चा वचन हमको मिलने के बाद भी परमेश्वर जिस इच्छा रखता है, जो मनोभाव हमारे विषय में रखा है, उसके आधार पर उनकी इच्छा के अनुसार हम जी पा रहे हैं क्या? നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. हमें एक बात समझना है. മനുഷ്യൻ ഉൾപ്പെടെ ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. हाँ, मनुष्य को भी मिलाकर इस दुनिया के सब बातें हम देखते हैं दुनिया में, वो सब परमेश्वर की सृष्टि है. എന്നാൽ ദൈവം സൃഷ്ടാവാണ്. लेकिन परमेश्वर सृष्टि करता है. നമ്മൾ അതിന്റെ ആ അന്തരം മനസ്സിലാക്കണം. हमें वो दोनों में फर्क समझना है. ദൈവം സൃഷ്ടാവും ബാക്കി ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലവും സൃഷ്ടിയുമാണ്. हाँ, हम परमेश्वर सृष्टि करता है और इस दुनिया में हम जो भी कुछ देखते हैं, जो भी बातें हैं, सब कुछ जो देखे ना देखा हुआ बात है, वो सब सृष्टि है. മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും അവൻ എപ്പോഴും ഒരു സൃഷ്ടി തന്നെയായിരിക്കും. ശ്രദ്ധിക്കണം, മനുഷ്യൻ സൃഷ്ടാവാകുന്നില്ല. മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും അവനൊരു സൃഷ്ടി തന്നെയായിരിക്കും. तो मनुष्य कितना भी उन्नति करे, कितना भी बड़ा बुद्धिमान बने, कितना भी बड़ा ज्ञानी क्यों ना हो, वो कभी सृष्टिकर्ता बनता नहीं. ध्यान से समझना, मनुष्य हमेशा सृष्टि ही रहता है. അപ്പോൾ നമുക്ക് ഈ സൃഷ്ടി എന്നുള്ള പരിധി കഴിഞ്ഞ് നമുക്ക് മുകളിലേക്ക് പോകാൻ കഴിയില്ല. അതുപോലെ തന്നെ ദൈവത്തിന് സൃഷ്ടിതാവ് എന്ന പരിധിയിൽ നിന്നും താഴേക്ക് വരാനും കഴിയില്ല. तो इसके लिए एक बात, हमारा पदवी का, हमारा अवस्था को समझना है. हमारा जो सृष्टि होने का जो पदवी है, जो स्थान है, जो मुकाम है, उसके ऊपर हम कभी जा नहीं सकते. और परमेश्वर जो सृष्टि करता है वो मुकाम के उसका नीचे कभी नहीं आ सकता. നമ്മൾ പഠിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ മഹാത്മ്യം നമ്മൾ മനസ്സിലാക്കണം. इसलिए हम जो सीख रहे हैं परमेश्वर का वचन को, मूल्यता को, उसका महानता को समझना है. ഈ വചനത്തിൽ ഒരു തെറ്റുമില്ല. ये वचन में कोई गलत नहीं है. ഇത് ശുദ്ധ ചെയ്തതാണ്. ये पवित्र वचन है. ഇത് അതുകൊണ്ടാണല്ലോ സത്യവചനം എന്ന് പറയാൻ കാരണം. इसीलिए ये सत्य वचन कहा गया है. ഈ പരിഭാഷയിലൊക്കെ തെറ്റുണ്ടായിട്ടുണ്ടാകാം, എന്നാൽ ദൈവവചനത്തിന് തെറ്റില്ല. तो ये परिभाषा में उधर इधर उसका व्याकरण में या बातों में थोड़ा गलतियां आ सकती है, लेकिन परमेश्वर वचन जो शुद्ध है, जो ताया हुआ है, उसमें कोई गलत नहीं है. അപ്പോൾ ഈ വചനത്തിന്റെ മഹാത്മ്യത്തെ ഞാനൊന്ന് എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുന്നു. इसके लिए ये वचन का महानता को मैं उठाकर मैं बताना चाहता हूँ. ഈ വചനത്തിൽ നിന്നും ഒരു തെറ്റെങ്കിലും കണ്ടുപിടിക്കുന്നവർക്ക് ഇന്നും പാരിതോഷികം നിലനിൽക്കുന്നുണ്ട്.
പ്രതിഫലം സമ്മാനം കൊടുക്കാൻ ഇതിലൊരു തെറ്റ് കണ്ടുപിടിക്കും. ओके ओके, तो अभी भी इस वचन में जो भी इस बाइबल में दुनिया में ऐसा अवस्था है कि ये दुनिया में कोई भी अगर ये बाइबल में कुछ गलती निकाल कर दिखा सकते हैं कि साबित कर सकते हैं कि परमेश्वर का वचन नहीं है, उन लोगों को अभी भी प्रतिफल मिलेगा, यानी कि कुछ इनाम मिलेगा करके ऐसा अवस्था खोल के रखा है. അങ്ങനെ 1935 പിന്നെ റിസർച്ച് ബ്യൂറോ, പിന്നെ അമേരിക്കയിലെ റിസർച്ച് ബ്യൂറോ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്, ഇതിന് ഒരു തെറ്റെങ്കിലും കണ്ടുപിടിക്കുന്നവർക്ക് $1000 സമ്മാനമാണ്. हाँ, तो 1935 में इस तरह का घोषणा किया था अमेरिकन रिसर्च सेंटर में. उन लोगों ने इस तरह कहा गया था 1935 में कि जो कोई भी व्यक्ति इस बाइबल में गलती निकाल कर ढूंढ कर निकालेगा उनको $1000 इनाम दिया जाएगा. ഇന്ന് വരെ ആർക്കും മേടിക്കാൻ കഴിഞ്ഞില്ല. और अभी तक वो $1000 कोई ले नहीं पाया. പലരും പല പ്രസ്ഥാനമായിട്ട് വന്നിട്ടുണ്ട്. बहुत लोगों ने एक एक बातें सबूत लेकर आए वो लोग, എന്നാൽ ആർക്കും അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. लेकिन किसी को भी साबित करने नहीं हो पाया. അത് പറഞ്ഞു വന്നപ്പോൾ അവർ പറഞ്ഞ പ്രസ്താവന തെറ്റാണെന്നുള്ളത് അവർക്ക് അനുഭൂതിമായി. और वो लोग ने जो बातें वो लोग ने साबित करने के लोग लेकर आए बातें, वो लोग खुद मालूम पड़े कि हम ही गलत है. ഇത് ദൈവത്തിന്റെ വചനമാണ്. क्योंकि ये परमेश्वर का वचन है. ദൈവത്തിന് തെറ്റ് പറ്റുകയില്ല. परमेश्वर से कभी गलती नहीं होता. ദൈവത്തിന്റെ വചനത്തിലും തെറ്റില്ല. इसलिए परमेश्वर का वचन में भी गलत नहीं. അപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. एक बात हमें समझना है, നമ്മുടെ ദൈവം എത്ര വലിയവനാണെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? हमारा परमेश्वर कितना महान है, कितना बड़ा है करके ये बात समझते हैं क्या? നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. हमारा परमेश्वर सर्वशक्तिमान परमेश्वर है. ആ ദൈവത്തെ നമ്മൾ പിതാവെന്നൊക്കെ വിളിക്കുന്നത്. वो परमेश्वर को हम अब्बा पिता करके बुलाते हैं ना. നമ്മുടെ ആ സ്വർഗീയ പിതാവ് എത്ര വലിയവനാണെന്ന് അറിയാം. इसलिए हमारे स्वर्गीय पिता कितना बड़ा और महान है. ഞാൻ അതിനെക്കുറിച്ച് തിരുവചനത്തിലൂടെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നു. इसलिए वचन के आधार पर वचन से कुछ बातें मैं कहना चाहता हूँ. നമ്മൾ 147 സങ്കീർത്തനത്തിൽ 4 വാക്യം വായിക്കുമ്പോൾ भजन संगीता 147 का 4 वाक्य में हम पढ़ते हैं 147 वर्ष 4. അപ്പോൾ അവിടെ 147:4 147:4 വായിക്കുന്നത്, ദൈവം നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്കെല്ലാം അവൻ പേർ വിളിക്കുന്നു. हाँ, वहां पर प्रभु पढ़ेंगे 147 का 4. वो तारों को गिनता और उनमें से एक एक का नाम रखता है. मैं ശ്രദ്ധിക്കണേ, ध्यान से समझना. ദൈവം നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുകയും അവയ്ക്ക് എല്ലാത്തിനും പേർ വിളിക്കുകയും ചെയ്യുന്നു. हमारा प्रमाण परमेश्वर ने एक एक नक्षत्रों को तारों को गिन कर रखा है और उनको नाम भी दिया है. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഒരു അല്പമായ കാരണം കുറച്ച് പിന്നെ സയൻസ് പരമായ കാര്യങ്ങളും പിന്നെ ലഭിച്ചത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. अभी मुझे मिला हुआ विज्ञान का जो ज्ञान है उसको मैं आप लोग से बांटना चाहता हूँ. അപ്പോൾ നമ്മുടെ സ്വർഗീയ പിതാവ് എത്ര വലിയവനാണ് എന്നുള്ള ഒരു കാര്യത്തിൽ നമുക്ക് ഒന്നുകൂടെ ഒരു പ്രകാശം ലഭിക്കും. Amen. ताकि मैं हम समझ सके कि हमारा स्वर्गीय परमेश्वर पिता कितना महान और बड़ा है. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. मैं एक बात बताना चाहता हूँ. നമ്മള് സൂര്യ കുടുംബത്തിലെ ഒരു ചെറിയ ഗ്രഹമായ ഭൂമിയിൽ പറക്കുന്നവര്. हम लोग इस भूमंडल के मतलब ये सूर्य कुटुंब में जो हमें दिखने वाला ये जो दुनिया है, इसमें से एक छोटा सा गोला जो पृथ्वी है उसमें हम निवास कर रहे हैं. നമ്മൾ ഈ ആകാശവിധാനത്തിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്, നമ്മൾ അങ്ങോട്ട് വരും. പക്ഷേ അതിന് മുമ്പ് ആ ഒരു നക്ഷത്രത്തിൽ ഒരു ചെറിയ നക്ഷത്രമായി ഈ സൂര്യൻ. हाँ, तो अभी हमारे नजर में या हमारे इस आसपास में करोड़ों से करोड़ों सितारे हमारे नजर में है, ये बात सच है. उस सब में मैं आऊंगा, लेकिन उस सब सितारों में से एक छोटा सितारा है जिसका नाम है सूरज. ഈ സൂര്യന്റെ ചുറ്റും കറങ്ങുന്ന നേരത്തെ 9 ഗ്രഹം ഉണ്ടായിരുന്നു, ഇപ്പൊ 8 ഗ്രഹമുള്ളൂ. അപ്പൊ ആ പിന്നെ 8 ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹമായ ഒരു ചെറിയ ഭൂമിയിൽ പാർക്കുന്നവരാണ് നാം ഓരോരുത്തർ. तो ये सूर्य के आसपास घूमने वाला पहला 9 ग्रह थे, अभी 8 ग्रह हो चुका है. उस 8 ग्रह में से एक ग्रह जो पृथ्वी है, भूमि है, उसमें हम जी रहे हैं. मैं അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മള് ഈ കാണുന്ന ഈ സൂര്യ കുടുംബം എല്ലാവരെയും ചേർത്ത് അത് എന്ത് ചെയ്തറിയോ, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. तो ये सूर्य का कुटुंब है जो आसपास इस तरह पृथ्वी दुनिया भूमि घूमते रह रहा है, ये सब उसके आसपास मंडरा रहा है, घूम रहा है. അപ്പോൾ ഈ സൂര്യ കുടുംബം, സൂര്യൻ ഉൾപ്പെടെയുള്ള കുടുംബം, ബാക്കിയുള്ളത് കറങ്ങുന്നുണ്ട് ഞാൻ പറയാം. എന്നാൽ ഈ സൂര്യൻ ഇതിനെ എല്ലാത്തെയും വഹിച്ചുകൊണ്ട് ഒരു മണിക്കൂറിൽ 7,20,000 മൈൽ വേഗത്തിൽ ഇത് യാത്ര ചെയ്യുക. तो ये सूर्य का कुटुंब, जब मैं सूर्य का विषय में अगर हम कहा गया तो ये 1 घंटे में 7 लाख किलोमीटर के स्पीड में वो घूमता है. 7,20,000. ओके, 7,20,000 किलोमीटर. ഇത് സയൻസ് പറയുന്ന കാര്യം, ये मैं नहीं कह रहा, साइंस विज्ञान कहता है. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇതിങ്ങനെ
ഇത്ര വേഗത്തിലാണ് അത് യാത്ര ചെയ്യുന്നത്. तो ये देखो, ये सूरज जो इतना बड़ा स्पीड तेजी से यात्रा कर रहा है, അപ്പം ഇത് എന്തിനെയോ ഒന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. तो ये कुछ तो बात है जो कुछ किसी को केंद्रित करके घूमते जा रहा है उसके जगह पर. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം ഇങ്ങനെ കറങ്ങാനായിട്ട് 20 ലക്ഷം നൂറ്റാണ്ടെടുക്കും. तो ഇത് എന്തിനെ കറങ്ങുന്നോ അത് കറങ്ങി വരുവാനായിട്ട് 20 ലക്ഷം നൂറ്റാണ്ടുകൾ എടുക്കും. नूറ്റാണ്ട് वाला 200 നൂറുകണക്കിനായിരം 20 ലക്ഷം 20 ലക്ഷം വർഷം പറഞ്ഞു. ओके, तो ये जो सूरज है जिस यात्रा जो कर रहा है उसको एक पूरा चक्रव्यूह लगाकर आने के लिए उसको लगभग 20 ലക്ഷം 20 लाख दिन लगता है. 20 ലക്ഷം വർഷം 20 लाख साल लगता है. Praise the Lord. അപ്പൊ നമ്മൾ ചിന്തിക്കുക, ഇതൊരു ചെറിയ സൂര്യ കുടുംബത്തിന്റെ കാര്യം പറയുന്നത്. मैं एक छोटा सा सूरज का कुटुंब जिसके आसपास सूरज और उसके बाकी जो ग्रह के बारे में मैं कह रहा हूँ. ഈ ആകാശ വിധാനത്തിൽ അനേക ഗാലക്സി അല്ലെങ്കിൽ അനേക നക്ഷത്ര വീതികളുണ്ട്. हाँ, और इसके अलावा ये आकाश की इस अंतरिक्ष में हम देखा जाए तो और भी अलग सा हम जो जिस जगह पे जा रहे हैं उसको मिल्की गैलेक्सी करके बोलते हैं, मिल्की वे करके बोलते हैं. ഇതൊരു സൂര്യ കുടുംബം. हाँ, तो ये एक सूर्य कुटुंब. उसके अलावा ഗാലക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗാലക്സിയിൽ 10 ലക്ഷം കോടി നക്ഷത്രങ്ങളുണ്ട്. तो उसमें एक गैलेक्सी का अवस्था देखा जाए तो उसमें 1 लाख करोड़ सितारे हैं. നിങ്ങൾ ശ്രദ്ധിക്കണം. आप लोग समझे? നമ്മള് ഇത് സയൻസിനെ വെളിപ്പെടുത്തിക്കുന്ന കാര്യം ഞാൻ ഇവിടെ പറയാം. हाँ, ये कोई अद्भुत बात नहीं है. साइंस ने जो प्रकट किया वो बातें मैं आप लोगों को बता रहा हूँ. ഒരു ഗാലക്സി സൂര്യ കുടുംബം പോലെയുള്ള 10 ലക്ഷം കോടി, മനസ്സിലാക്കണം, സൂര്യ കുടുംബം പോലെയുള്ള 10 ലക്ഷം കോടി കുടുംബങ്ങൾ ചേർന്നതാണ് ഒരു ഗാലക്സി. ओके, तो ये सूरज का कुटुंब को मिलाकर इस तरह 10 लाख करोड़ सितारे सब मिलाकर एक गैलेक्सी कहा जाता है. നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുമോ, ഉൾക്കൊള്ളാൻ പറ്റുമോ? ഇത് സയൻസ് പറയുന്ന കാര്യമാണ്. ये साइंस बताने वाली बात है. അപ്പോൾ ഈ സൂര്യ കുടുംബം പോലെയുള്ള 10 ലക്ഷമല്ല 10 ലക്ഷം കോടി. तो यानी ये सूरज का कुटुंब के समान, उसी तरह जो अभी हम लोग वर्णन करते आ रहे थे उसी के समान 10 लाख नहीं बल्कि 10 लाख करोड़ सितारे सब मिलाकर एक गैलेक्सी बनता है. അപ്പോൾ 1958 വരെയും ശാസ്ത്ര കണ്ടുപിടുത്തത്തില് ഇങ്ങനെയുള്ള ഗാലക്സികൾ 2700 ഗാലക്സി ഉണ്ടെന്നാ അന്ന് കണ്ടുപിടിച്ചേ. 1958 1958 तक इस तरह मालूम हुआ था कि 2700 गैलेक्सियां है करके उनके गिनती में उनको मालूम पड़ा. ഒരു ഗാലക്സി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, एक गैलेक्सी कितना है आप लोग समझ गए ना? 10 ലക്ഷം കോടി നക്ഷത്രം, 10 लाख करोड़ सितारे मिलाकर, जिसमें हमारा ये सूर्य परिवार भी आता है. എന്നാൽ 1958 വരെയുള്ള ജ്ഞാനപ്രകാരം 2700 അങ്ങനെയുള്ള ഗാലക്സികളുണ്ട്. हाँ, लेकिन सन 1958 तक हमें मालूम पड़ता है कि वो 2700 गैलेक्सिया है करके ढूंढ के साइंटिस्ट लोगों ने 1958 तक खोज के रखा था. എന്നാൽ 2000 ആണ്ടായപ്പോൾ, लेकिन 2000 साल के बाद അവര് അതിനേക്കാളും വലിയ ദൂരദർശിനി കണ്ടുപിടിച്ചു. वो लोग उससे भी दूर दूर के बातों को वो लोग ने खोजने लगा. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ 1000 കോടി പ്രകാശ വർഷം വരെ ദൂരെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞു. 1000 കോടി പ്രകാശ വർഷം, यानी कि 1000 करोड़ प्रकाश वर्ष जो यात्रा करता है, 1000 करोड़ लाइट ईयर जो यात्रा है, उतना दूर तक का जहां तक रोशनी का किरण जा सकता है वहां तक के दूर तक का बातों को खोजा है 2000 साल के बाद. അപ്പോൾ ഇതിനോട് നോക്കി കഴിഞ്ഞപ്പോൾ, तो ये बातें भी अगर देखा जाए तो ഇതിനോട് നോക്കി കഴിഞ്ഞപ്പോൾ അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു പ്രകാശം എന്ന് പറയുമ്പോൾ ഈ പ്രകാശം ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്നത്. हाँ, तो मतलब एक प्रकाश का जो किरण जब यात्रा करते समय में वो 3 लाख किलोमीटर, वो 3 लाख किलोमीटर की स्पीड में 1 सेकंड में यात्रा करता है. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റില്, तो मतलब ऐसा है तो 1 मिनट में कितना पहुंचेगा? ഒരു മണിക്കൂറില്, 1 घंटे में, 24 മണിക്കൂർ ഒരു ദിവസത്തില്, 24 घंटा एक दिन में, ഒരു വർഷത്തില്, और फिर एक साल में. അപ്പോൾ ഇവിടെ പറഞ്ഞ എന്തുവാണ്? इधर हमने क्या देखा? നമ്മൾ ചിന്തിക്കണം, ഇത് 1000 കോടി പ്രകാശ വർഷം എന്ന് പറയുമ്പോൾ 1000 കോടി പ്രകാശ വർഷം, 1000 വർഷമല്ല, 1000 കോടി പ്രകാശ വർഷം ദൂരെ വരെയുള്ളത് കാണാൻ
തക്കവണ്ണമുള്ള ദൂരദർശനം കണ്ടുപിടിച്ചു മനുഷ്യൻ. हाँ, तो अभी मनुष्य का 2000 साल के बाद मनुष्य इतना काबिलियत हो गया है, इतना वो लोग बुद्धिमान विज्ञान में बढ़ गया, तो जो टेलीस्कोप है ना, जो दूर तक देख सकते हैं, उस दूर तक देखने का विषय में 1000 करोड़ ज्योति वर्ष, जो लाइट ईयर करके जब हम बोलते हैं, उतना दूर तक की बातों को खोजने के लिए 1000 करोड़ किलोमीटर से भी दूर, यानी कि लाइट ईयर के दूर जो समय लगता है, उतना दूर दूर की बातों को मनुष्य ने अब वो टेलीस्कोप देखकर देख सकने का अवस्था सुविधा बनाया है. അപ്പോൾ അവർ പറയാണ്, और ये मनुष्य कहता है, അപ്പോൾ 1958 വരെയും പറഞ്ഞത് 2700 പിന്നെ ഗാലക്സികളുണ്ടെന്ന്. तो 1958 में तभी हम लोग ने तक क्या बोला था, 2700 गैलेक्सियां हैं. പക്ഷെ ഇത് कണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ, लेकिन ये टेलीस्कोप दूरबीन को जब वो लोग ने ढूंढ लेने के बाद അവർ പറയാണ്, वो लोग कहते हैं 100 കോടിയിലധികം ഗാലക്സി, 100 करोड़ से भी ज्यादा गैलेक्सियां है. Praise the Lord. നമ്മൾ മനസ്സിലാക്കണം. हम जरा समझे, ഇപ്പൊ അതിനുശേഷം അതിനുശേഷം അതിനേക്കാളും വലിയ ദൂരദർശനം കണ്ടുപിടിച്ചു. उसके बाद उसके अलावा अभी और भी बड़े बड़े दूरबीनों को मनुष्य ने बनाया है. അപ്പോൾ അവർ പറയാണ്, अभी वो कहते हैं ഇനി എണ്ണി തീർക്കാൻ പറ്റില്ല. अभी हम लोग गिन नहीं सकते. Praise the Lord. ശാസ്ത്രജ്ഞന്മാരുടെ പ്രസ്താവനയാണ്. ये अभी के विज्ञान लोग जो बुद्धिमान है दुनिया के, वो विज्ञान लोग बोल रहे हैं कि अभी हम गिन नहीं सकते. ദൈവമക്കളെ, നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മുടെ ദൈവം, സർവശക്തനായ ദൈവം, ആ ദൈവത്തിന്റെ പ്രവൃത്തികളുടെ ഒരു ചെറിയ अंशങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. इसके लिए ये महान परमेश्वर की उपस्थिति में आते समय में इस महान परमेश्वर को देखकर वो महान परमेश्वर का छोटा सा एक गुण को भी, विशेषता को हम समझ पाए हैं क्या, पहचान सकते हैं क्या? അപ്പോൾ ആ അങ്ങനെയുള്ള വലിയവനായ ദൈവമാണ് നമ്മളെ കരുതുന്നത്. इस तरह का, इस रीति का महान परमेश्वर जो ये सब बातें अद्भुत रीति को अपने हाथों में संभालने वाला परमेश्वर है, हमें संभालता है. നമ്മള് 33 സങ്കീർത്തനത്തിന്റെ 18-19 വാക്യം വായിക്കുമ്പോൾ, वो 33 भजन संगीता का 18-19 जब हम पढ़ते हैं, യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടിയിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. देखो, यहोवा की दृष्टि उसके डरवयों पर और उन पर जो उसकी करुणा की आशा रखते हैं बनी रहती है, कि वह उनके प्राण को मृत्यु से बचाए और अकाल के समय उनको जीवित रखे. ഇത്ര വലിയവനായ ദൈവം നമ്മളെ കരുതുന്നു എന്ന് പറയുന്ന ഈ വചനത്തെയൊക്കെ നമ്മൾ എത്ര ഗൗരവമായിരിക്കണം. तो जरा सोचो ना, अभी हमने पढ़ा भजन संगीता 33 का 18-19, इतना महान परमेश्वर अपने भक्तों के ऊपर, जो भय करने वाले लोगों के ऊपर नजर रखा है, हमें संभालता है, देखभाल करता है, बोला तो कितना बड़ी बात है ना. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവത്തിന് കരുതലുണ്ട്. हमारा सारा जरूरतों के पीछे प्रभु का नजर है. അപ്പൊ ഞാൻ പറയുന്നത്, इसलिए मैं कहना चाहता हूँ, നമ്മൾ എവിടെ, നമ്മൾ എന്തുണ്ട്, നമ്മളൊരു വേറൊരു സൃഷ്ടിയാണ്. हम लोग, हमारा अवस्था क्या है, हमारा औकात क्या है, हम तो केवल एक सृष्टि है. ഞാനൊന്ന് ചോദിക്കട്ടെ, इसलिए मैं पूछना चाहता हूँ, നമ്മൾ കാണുന്ന ഈ സൂര്യൻ, तो हम जो सूरज को देख सकते हैं, ഈ സൂര്യൻ ഈ ഭൂമിയേക്കാൾ എത്ര വലുതാണെന്ന് അറിയാമോ? ये सूरज ही हमारे इस पृथ्वी भूमि से कितना बड़ा है, आप लोग जानते हैं क्या? നിങ്ങൾ സ്കൂളിലും കോളേജിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചിലപ്പോൾ അറിയാം. तो आप लोग जिसने स्कूल में कॉलेज में विज्ञान विषय लिया रहेगा, उन लोगों को इसका उत्तर मालूम रहेगा. എന്നാൽ അങ്ങനെയുള്ളവർക്കും ചിലർക്ക് ഈ വിഷയം അറിയത്തില്ല. लेकिन जो साइंस पढ़ा भी रहेगा, कुछ लोगों को बात नहीं मालूम रहेगा. എന്റെ അറിവിലേക്ക് ഞാൻ പറഞ്ഞുതരാം. लेकिन आपका जानकारी के लिए मैं बताना चाहता हूँ, സയൻസ് പറയുന്ന കാര്യമാണ്. विज्ञान कहता है, ഈ സൂര്യന് ഭൂമിയേക്കാൾ 13 ലക്ഷം മടങ്ങ് വലിപ്പമുണ്ട്. हाँ, ये सूरज जो है पृथ्वी से 13 लाख गुना बड़ा है. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? आप लोगों ने कभी सोचा है क्या? നമ്മൾ ഇവിടുന്ന് ലോകപ്പെടുത്തേക്ക് ഒരു ഫുട്ബോൾ പോലെ हम यहाँ से देखते समय में एक छोटा सा फुटबॉल के जैसा, ये छोटा ही है करके हमें लगता है. Praise the Lord. Praise the Lord. എന്നാൽ ദൈവമക്കളെ, നിങ്ങൾ അതിന്റെ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. लेकिन आप इसका गंभीरता को समझे. അപ്പോൾ ഈ സൂര്യനേക്കാളും 64 ലക്ഷം സൂര്യന്മാരെ ഒന്നിച്ചു വിഴുങ്ങാൻ കഴിയുന്ന ഒരു സൂര്യനുണ്ട്. അതിന്റെ പേരാണ് അൻഡാരീസ് എന്ന് പറയുന്ന ഒരു സൂര്യൻ. നമ്മുടെ ഈ സൂര്യനേക്കാളും 64 ലക്ഷം സൂര്യന്മാരെ ഒരുമിച്ച് വിഴുങ്ങാൻ കഴിയുന്ന വലിപ്പമുള്ള സൂര്യൻ. तो अभी हमने जो सूरज को देखा, ये सूरज का लंबाई जानते हैं ना, ये उसी तरह इस दुनिया में ऐसा एक बड़ा सूरज है, उसका नाम है अंडारिस करके, जो हमारा सूरज के समान 68 लाख को हिंदी में क्या बोलेंगे? 64 लाख 64 लाख सूरजों को इकट्ठा करेंगे तो हमारा सूरज के समान 64 लाख सूरजों को अगर इकट्ठा करके वो पूरा सूरजों को एक साथ निकलने वाला ये बड़ा सूरज है जो अभी एरियस करके नाम बोला. हम जरा सोचे, ഒരു സൂര്യനല്ല, एक सूरज नहीं,
64 സൂര്യനുമല്ല, 64 सूरज नहीं, 64 ലക്ഷം സൂര്യന്മാർ. 64 लाख सूरजों को एक साथ निगल सकने वाला, यानी कि उतना सूरज को संभाल सकने वाला एक अति बड़ा सूरज भी है. Praise the Lord. मैं ഇനി ഇതൊരു വലിയ അതിശയമല്ല. ये अभी तक जो बोला ये अद्भुत बात नहीं है. ഇത് കേട്ടോ, अभी सुन ले, अद्भुत की बातें आने वाली है. ഇതൊക്കെ ഞാൻ പറയുന്നതല്ല, സയൻസ് പറയുന്നത്. और ये सब मैं नहीं बोल रहा, विज्ञान कहता है. ഈ അന്റാരിസിന്റെ അതിനെപ്പോലെ വലിപ്പമുള്ള 100 കോടി നക്ഷത്രങ്ങളെ ഒരുമിച്ച് വിഴുങ്ങാൻ കഴിയുന്ന ഹെർക്കുലീസ് താരങ്ങളുണ്ടെന്ന്. हाँ, अभी ये अंटारिस करके जो हमने पढ़ा, जो सूरज के बारे में पढ़ा, उसके समान 100 कोടി, उसके समान 100 करोड़ सूरज, जो लंबा वाला बड़े बड़े 100 करोड़ सूरजों को इकट्ठा करेंगे तो वो 100 करोड़ सूरज को निगल जाने वाला एक सितारा है, उसका नाम है हरक्यूलिस. देखो, നിങ്ങൾ ചിന്തിക്കുക, आप लोग जरा सोचिए. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഇതൊക്കെ സയൻസ് വെളിപ്പെടുത്തിക്കുന്ന കാര്യങ്ങളാണ്. ये सब विज्ञान यानी साइंस ने प्रकट किया हुआ बातें हैं. ഇന്ന് വരെയും സയൻസ് വെളിപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും വലിയ നക്ഷത്രത്തിന്റെ പേരാണ് एप्सिलीन. अभी तक का सबसे बड़ा सितारा जो साइंस ने, विज्ञान ने प्रकट करके बताया, उसका नाम है एप्सिलीन. അതിന്റെ വലിപ്പത്തിന് അറിയോ? उसका लंबाई कितना है? സൂര്യനേക്കാൾ 27,000 കോടി മടങ്ങ് വലിപ്പം. 27,000 കോടി മടങ്ങ് വലിപ്പം നമ്മുടെ सूरज का, हमारा सूरज से भी 27,000 करोड़ गुना लंबा, 27,000 करोड़ गुना बड़ा है एक इस दुनिया का सबसे बड़ा सितारा. ഒരു കാര്യം ഞാൻ പറയട്ടെ. इसलिए एक बात मैं बताना चाहता हूँ. ഈ കാണുന്ന എല്ലാ നക്ഷത്രങ്ങളും അവിടെ ഒരു സ്ഥലത്ത് നിൽക്കുകയല്ല, ഇവയെല്ലാം അതിന്റെ ഭ്രമണപഥത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുക. हाँ, तो अभी ये और एक अद्भुत बात समझना है कि ये सितारे, ये सारे भूमंडल के सितारे, ग्रह, वो सब अपने जगह पर स्थिर नहीं है, लेकिन प्रभु ने उनको एक रास्ता बनाया है, उस मार्ग में वो लोग उधर घूम रहे हैं. ഇതിലൊന്നും പോലും വീണ് പോയിട്ടില്ല. और अभी तक कोई भी अपने जगह से कोई गिरा नहीं है. നമ്മൾ ചിന്തിക്കാൻ പറയുള്ളൂ, നമ്മളൊന്ന് ചിന്തിച്ചേ, ഇതിനൊന്ന് ഇങ്ങനെ ഒന്ന് കറങ്ങണമെങ്കിൽ, ഇതിനെല്ലാം ഒന്ന് കറങ്ങണമെങ്കിൽ എന്തുമാത്രം സ്ഥലം വേണം? तो जरा सोचो, इतना इतना लंबा, इतना इतना ऊंचा, इतना इतना बड़ा बड़ा, अति बड़े बड़े सूरज और सितारे, इतना लंबा, इतना बड़ा है, तो उन लोगों को अपने अपने जगह में घूमना है, तो वो घूमने के लिए जगह कितना चाहिए रहेगा? നമ്മുടെ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? हमारे प्रभु ने क्या किया? ഈ ഓരോ നക്ഷത്രത്തെയും ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? इस एक एक सितारों को प्रभु ने क्या किया? ദൈവത്തിന്റെ കാര്യങ്ങളോട് നോക്കി. वो प्रभु का कार्यों को जरा देखना है. യേശയ്യാ 40:26 ഐസായ 40:26. അപ്പം പിന്നെ ദൈവം പറയണം, നിങ്ങൾ കണ്ണ് മേലോട്ട് നോക്കി, നിങ്ങൾ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുവിൻ, ഇവയെ സൃഷ്ടിച്ചതാർ. അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെ എല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ദൈവം ഇവയെല്ലാം പ്രത്യേകമായ രീതിയിൽ പുറപ്പെടുവിച്ചിരിക്കുന്നു, അവയെല്ലാം പേർ ചൊല്ലി വിളിക്കുന്നു. 26 पढ़ेंगे. अपनी आंखें ऊपर उठाकर देखो, किसने इसको सिरजा? वो इन गनों को गिन गिन कर निकालता, उन सब को नाम ले लेकर बुलाता है. वो ऐसा सामर्थी और अत्यंत बली है कि उसमें से कोई बिनाई नहीं रहता. കണ്ടോ? അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഈ വചനങ്ങളൊക്കെ ഒന്ന് വായിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒന്നാമത്തെ കാര്യം, ഈ ആകാശ വിധാനത്തിലേക്ക് ഞാനതായി കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ രാത്രിയുടെ യാമത്തില് നല്ല കാർമേഘമില്ലാത്ത ഒരു സമയത്ത് നിങ്ങൾ ഇങ്ങനെ ആകാശ വിധാനത്തിലേക്ക് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആകാശവിധാനം മുഴുവനും ഇങ്ങനെ മണലി വിരിച്ചിരിക്കുന്നത് പോലെ ഇങ്ങനെ മിന്നുന്ന ഇത് കാണാം. അതെല്ലാം ഓരോ നക്ഷത്രങ്ങളാണ്, എത്രയോ കോടി 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 പ്രകാശ വർഷങ്ങൾക്ക് ദൂരെ നിൽക്കുന്ന നക്ഷത്രങ്ങളാണ്. यस तो इसके लिए मैंने एक बार आपको एक क्लास में मैंने आपको, आप शायद याद होगा, मैं विश्वास करता हूँ कि आप लोग एक बार रात को जाकर आप आकाश की ओर देखना. उस समय बादल कुछ भी रहना नहीं चाहिए. उस ऐसे अवस्थे में आप जो ऊपर चमकने वाला उधर का अवस्था देखो, जैसा भूमि में रेती है वैसा आकाशों में रेतियों से भी सबसे ज्यादा भरा हुआ सितारे है. ये वो एकदम करोड़ों अरबों लाखों बहुत सारे सितारे हैं. ये एक सब जगह पर अपने अपने जगह पर वो चमक रहे हैं, और हमसे भी लाखों करोड़ों वर्ष लाइट ईयर दूर है हमसे. ये है परमेश्वर का अद्भुत कार्य. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, അപ്പൊ ഇതെല്ലാം സൃഷ്ടിച്ചവനായ ആ വലിയവനായ ദൈവത്തെയാണ് നമ്മൾ അബ്ബാ പിതാവെന്നൊക്കെ വിളിക്കുന്നത്. Amen. इतना ये सब महान रीति से, अद्भुत रीति से सारा सृष्टि को सिरजा हुआ महान सृष्टिकर्ता को हम अब्बा पिता करके पुकारते हैं. നമ്മുടെ സൃഷ്ടിയാ. हम भी केवल सृष्टि है. നമ്മൾ ശ്രദ്ധിക്കണം. हम जरा समझे अपने आप को. അപ്പോൾ ഈ സൃഷ്ടിതാവായ ദൈവം അവിടുന്ന്
എത്ര വലിയവനാണ് പ്രിയപ്പെട്ടവരെ. इसलिए ये सृष्टिकर्ता परमेश्वर कितना महान और बड़ा है. ഇവയെല്ലാം ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ നമുക്കറിയാം, എന്തെങ്കിലും കറങ്ങണമെങ്കിൽ അതിനും ഒരു ശക്തി വേണമല്ലോ. तो अभी जरा सोचो, ये सब बातें, सितारे, ग्रह अपने अपने जगह पर घूम रहा है. अगर ये सब अपने अपने जगह पर घूमना है तो घूमने के लिए भी एक शक्ति चाहिए. നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ വചനം പറയുന്നു, എബ്രായർ 1:3 അതിന്റെ മധ്യഭാഗം കഴിയുമ്പോൾ വായിക്കുന്നത്, അവൻ സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നു. Amen. സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നു. इब्रानियों का पुस्तक उसका पहला अध्याय है, वाक्य 3 में वहां पर हम पढ़ सकते हैं. उसका 3 का बीच में हम देखते हैं कि वो सब कुछ अपने सामर्थ्य से, वचन के सामर्थ्य से वो थामे रहा है करके. बाकी 3 पढ़ेंगे हिंदी में. पर ठीक समय पर अपने वचन को उस प्रचार के द्वारा प्रकट किया जो हमारे उद्धारकर्ता परमेश्वर. इब्रानी 1:3. 1:3 नहीं, എബ്രായ ലേഖനം 1:3 മധ്യഭാഗം. हाँ, उसका 1:3 का उसका बीच का भाग में है. और वो सब वस्तुओं को अपनी सामर्थ के वचन से संभालता है. सब वस्तुओं को, यानी ये सब भूमंडल को अपने सामर्थ्य के वचन से थामा है. അപ്പോൾ തന്റെ വചനത്തിന്റെ ശക്തി എത്രയായിരിക്കും അല്ലേ? मतलब जरा सोचो, उनका वचन का सामर्थ्य कितना बड़ा है. നമുക്ക് ഈ ഭൂമിയുടെ ഇതുപോലും നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. आज हम हमारे ये पृथ्वी के बारे में, ये भूमि का अवस्था के बारे में समझने के लिए हमारे पास समझ नहीं है. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഈ ഭൂമി ഒരു ചെറിയ ഗ്രഹമാണ്. हाँ, तो बाकी ग्रहों, बाकी सितारों के सामने तुलना करेगा तो ये हमारा भूमि बहुत छोटा है. നമ്മൾ കണ്ടല്ലോ, നമുക്ക് ലഭിക്കുന്ന ഈ വെളിച്ചം ലഭിക്കുന്ന ഈ സൂര്യൻ എന്ന് പറയുമ്പോൾ ഭൂമിയുടെ 13 ലക്ഷം മടങ്ങ് വലിപ്പം എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് ഈ ഭൂമി എത്ര ചെറുതാണെന്ന് ചിന്തിച്ച്. तो जरा सोचिए, ये हमारे सामने दिखने वाला सूरज ही हमारे पृथ्वी से 13 लाख गुना बड़ा है, तो फिर ये भूमि कितना छोटा है. അപ്പോൾ അവിടെ പാർക്കുന്ന ഒരു ചെറിയ ഒരു ജീവിയാണ് നമ്മളെല്ലാം. और उस छोटा सा पृथ्वी पर भूमि में जीने वाले एक छोटे से कीड़े के समान सृष्टि है हम लोग. അപ്പോൾ ദൈവത്തിന്റെ ശക്തിയുടെ വലിപ്പം നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? इसलिए परमेश्वर के सामर्थ्य का महानता को कैसे हम समझ पाएंगे. അതുകൊണ്ടാണ് എഫേസ്യ സഭയ്ക്ക് എഴുതുമ്പോഴും പൗലോസ് പറയുന്നത്, അതിന്റെ 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തില് അവന്റെ വിളിയാലുള്ള അതിന്റെ 19 വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു വ്യക്തിക്കും അളന്ന് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അതുപോലെ അളവറ്റ വലിപ്പം. एफेसियों का पुस्तक पहला अध्याय 19 में पढ़ते हैं. एफेसियों 1:19. और उसकी सामर्थ हम में है, हम में जो विश्वास करते हैं कितनी महान है, उसकी शक्ति के प्रभाव के उस कार्य के अनुसार. उसका शक्ति का प्रभाव इतना महान है, मतलब हम लोग उसको कभी नाप नहीं सकते, कभी तोल नहीं सकते. നമുക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്ന കരുതൽ എത്ര വലുതാണ്. इसलिए प्रभु ने हमारे विषय में, जो संभालने के विषय में जो मन रखा है, उनका मन कितना बड़ा है. നമ്മൾ ചിന്തിക്കണം, നമുക്ക് ഇന്ന് ഇവിടെ ലഭിക്കുന്ന ഈ വായു, ഇതിന്റെ എല്ലാം പ്രബന്ധം ദൈവം ചെയ്തിരിക്കുന്നത് എത്ര അത്ഭുതകരമാണ്. हम इस दुनिया में हम जीते समय में, इस दुनिया में जो हवा का प्रबंध जो परमेश्वर ने किया है, वो कितना अद्भुत रीति से किया है. ഈ സൂര്യനിൽ നിന്ന് വരുന്ന ആ രശ്മികളിൽ പോലും ഭയങ്കരമായിരിക്കുന്ന വിഷമുണ്ട്. ആ വിഷത്തെ പോലും അത് നമ്മളെ നശിപ്പിച്ച് കളയാൻ തക്കവണ്ണം അത്ര മാരക ശക്തിയുള്ളതാണ്. അതിനെ പോലും ദൈവം ओसोन लेयर എന്ന് പറയുന്ന ഒരു ലെയറിലൂടെ അരിച്ചാണ് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വിടുന്നത്. देखो, अब जब सूरज का किरण जब भूमि पर आते समय में, ये सूरज का किरण अगर डायरेक्टली हमारे ऊपर लगेगा तो उसमें हमें हानि पहुंचाने का उसमें सामर्थ्य है, शक्ति है. वो सामर्थ्य को भी क्या करता है, हमारा भूमि का जो ओजोन लेयर करके बोलते हैं, वो क्या करता है, वो सूरज के किरणों को छान कर हमें जो जरूरत का रोशनी है सिर्फ भूमि को देता है. നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ 5 തട്ടുകളുണ്ട്. അതിൽ തട്ടിന്റെ പേരാണ് ഓസോൺ ലെയർ. ഈ ഓസോൺ ലെയർ എന്ന് പറഞ്ഞാൽ വാതകത്തിലൂടെ സൂര്യരശ്മികൾ കടന്നു വരുമ്പോൾ അതിലുള്ള മാരക ശക്തികളെ എല്ലാം ശുദ്ധീകരിച്ചാണ് നമുക്ക് യോഗ്യമായ നിലയിൽ ദൈവം ഇങ്ങോട്ട് വരാനായിട്ട് പ്രബന്ധം ചെയ്തിരിക്കുന്നത്. हम देखते हैं आकाश के मंडल में 5 तरह का स्तर है. उस स्तर में से एक स्तर का नाम है ओजोन लेयर. ये ओजोन लेयर की खासियत क्या है, सूरज का किरण से आने वाला जो पदार्थ, जो रोशनी है, जिसमें हमें रोगी करने का, बीमार करने का, हमें मार डालने का अवस्था है, रोशनी है, वो रोशनी को वो छान कर शुद्ध करके, पवित्र करके, भूमि के लिए लाभदायक हो, फायदामयक हो, हमारे लिए आसानी हो जीने के लिए, उस रीति से कार्य करके देता है. നമുക്കറിയാവോ, നമ്മൾ പാർക്കുന്ന ഈ ഭൂമി 23 ഡിഗ്രി ചെരിഞ്ഞ നിൽക്കുന്ന അറിയാമോ? क्या आप जानते हैं कि हमारे ये भूमि जो है वो 23 डिग्री टेढ़ा अवस्था का बना है, खड़ा है.
അപ്പോൾ ഈ ചെരിവ് അല്പം വ്യത്യാസപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ ഇവിടെ എല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞ് നമ്മൾ നശിക്കും. हाँ, तो ये 23 डिग्री में अगर ये डिग्री में थोड़ा उधर इधर हो गया, डिग्री में फर्क आ गया तो क्या होगा, पूरा दुनिया जिधर भी जमीन है वो सब में पानी आकर हम सब डूब के मर जाएंगे. നിങ്ങൾക്കറിയാമോ, ഈ ഭൂമി ഒരു മണിക്കൂറിൽ 1000 മൈൽ വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുക. तो ये भूमि स्वयं ही 1000 मील की तेजी से वो घूम रहा है. ശ്രദ്ധിക്കണം, जरा समझना, നമ്മുടെ പാർക്കത്തെ ഈ ഭൂമി ഒരു മണിക്കൂറിൽ 1000 മൈൽ സ്പീഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. हम लोग जिस भूमि पे हम खड़े भूमि में जी रहे हैं वो 1 घंटे में 1000 मील की स्पीड में वो घूम रहा है. അപ്പോൾ ഈ ഭൂമി ഒരു 100 മൈൽ സ്പീഡിൽ കറങ്ങാൻ തുടങ്ങി കഴിഞ്ഞാൽ, तो अगर यही भूमि अगर 100 मील स्पीड में अगर घूमने लगा तो ഈ പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യം വർദ്ധിക്കും. हाँ, तो ये रात और दिन का जो समय है वो बढ़ जाएगा. അപ്പോൾ പകൽ അത്യുഷ്ണത്താലും രാത്രി അതിശൈത്യത്താലും ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറും. तो ऐसा अगर वो तेजी अगर बढ़ गया तो दिन में गर्मी बहुत बढ़ेगा और रात में ठंडी बहुत बढ़ेगा, जिसकी वजह से हमें जीने के लिए संभावना नहीं रहेगा. ഈ ഭൂമിയിൽ സൂര്യനിൽ നിന്നും ഭൂമിയിലേക്കുള്ള അകലം എത്ര അറിയാമോ? ये सूरज और भूमि में का फर्क अंतर कितना है? 9,30,00,000 മൈൽ ദൂരെയാണ് ഈ ഭൂമി സൂര്യനിൽ നിന്നും ആയിരിക്കുന്നത്. 9,30,00,000 मील में फर्क में है सूरज और भूमि. ശ്രദ്ധിക്കണം, जरा समझना, നമ്മൾ സാധാരണ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 15 കോടി മൈൽ, 15 കോടി കിലോമീറ്റർ. या फिर किलोमीटर का भाषा में कहा गया तो 15 करोड़ किलोमीटर दूरी पर है. നിങ്ങൾ ചിന്തിക്കുക, ഈ സൂര്യനിൽ കത്തുന്ന ആ ജ്വാലയുടെ അതിന്റെ ആ ഡിഗ്രി, അതിന്റെ ജ്വലന ശക്തി 12,000 ഡിഗ്രി ഫാരൻഹീറ്റില, ഡിഗ്രി അല്ല, സെൽഷ്യസ്. 12,000 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ സെൽഷ്യസിനൊക്കെ ഒരുപാട് കൂടിയ അളവാ ഫാരൻ. तो इसके लिए और वो सूरज का उधर जो आग जो जल रहा है, उसमें जो आग जल रहा है वो उसका अगर हम लोग आग का अगर माप करेंगे तो वो 10,000 डिग्री फ़ारेनहाइट करके बोलते हैं. सेल्सियस है, हमारे भारत देश में उसको डिग्री सेल्सियस बोलते हैं. डिग्री सेल्सियस से भी ज्यादा जोर जो मापने के लिए इस्तेमाल करते हैं वो है फ़ारेनहाइट. അപ്പൊ നമ്മൾ ചിന്തിക്കുക, ഈ സൂര്യനിൽ പോലും ഇതിനെന്തെങ്കിലും വ്യത്യാസം ഉണ്ടായാൽ പോലും നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റും. तो अभी सूरज में भी उसका गर्मी में या उसका अंतर में हमारे बीच में कुछ भी अगर फर्क, थोड़ा सा भी फर्क आया तो हम ये भूमि में जीने लायक परिस्थिति नहीं हो गएगा. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യമുണ്ട്. इसलिए अयूब में एक सवाल पूछता है. ഇയ്യോബ് 38-ാം അധ്യായം अयूब का पुस्तक उसका 38 में അതിന്റെ 4-5 വാക്യം. उसका 4 और 5. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കുക. അതിന്റെ അളവ് നിയമിച്ചവനാർ? നീ അറിയുന്നുവോ? അല്ല, അതിന് അളവ് നൂൽ പിടിച്ചവനാർ? എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വലിയ ചോദ്യം ഇവിടെ ദൈവം ഇയ്യോബിനോട് ചോദിക്കുക. उसका 5 और 6 पढ़ना. 38 का 5 और 6. उसकी नाप किसने ठहराई? हाँ। क्या तू जानता है? सॉरी 4 और 5. जब मैंने पृथ्वी की नींव डाली हाँ। तब तू कहा था, यदि तू समझदार हो तो उत्तर दे. उसकी नाप किसने ठहराई? क्या तू जानता है? उस पर किसने सूत खींचा? हाँ, उसको किसने सूत खींचा, वो लंबाई माप किसने डाला? അപ്പോൾ ദൈവം ഒരു കാര്യം പറയട്ടെ. इसके लिए परमेश्वर के बच्चों में एक बात बताना चाहता हूँ. നമ്മുടെ ഈ ഭൂമി, ഇന്ന് കാണുന്ന ഈ ഭൂമി, तो आज हम जो भूमि को हम देख रहे हैं ഇത് കത്തി അടിയാൻ പോകുകയാണ്. ये एक दिन जलकर राख होने वाला है. എന്ന് വചനം പറഞ്ഞിരിക്കുക. ऐसा वचन कहता है. നമ്മുടെ 2 പത്രോസ് 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, दूसरा पत्रोस 3 का 10 में जब हम पढ़ते हैं, അത് കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം പൊടിമുഴക്കത്തോടെ ഒഴുകി പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. ഇത് നമ്മൾ ചിന്തിക്കണം, ഇതൊരു മുക്കുവിന്റെ ജ്ഞാനമാണോ? ഇത് പരിശുദ്ധാത്മാവ് തന്നോട് സംസാരിച്ച കാര്യമാണ്. हाँ पढ़ेंगे. प्रभु का दिन चोर के समान आ जाएगा. उस दिन आकाश बड़ी हड़हड़ाहट के शब्द से जाता रहेगा और तत्व बहुत ही तप्त होकर पिघल जाएंगे और पृथ्वी और उस पर के काम जल जाएंगे. देखो ये बताने वाला व्यक्ति का अवस्था देखो, ये कोई बड़ा ज्ञानी आदमी है क्या? क्योंकि केवल ये मछुआरा है. ये मछुआरा इतना बड़ा ज्ञान दे सकता है कि नहीं प्रियो, ये पवित्र आत्मा से प्रेरित हुआ, पवित्र आत्मा ने उसको बताया हुआ ज्ञान है जो यहाँ पर लिखा हुआ है. ഇന്ന് നമുക്കറിയാം, ഇന്ന് ഓരോ രാഷ്ട്രങ്ങളുടെ കയ്യിലും ഓരോ രാജ്യങ്ങളുടെ കയ്യിലും ഈ ഭൂമിയെ പല ആവർത്തി സയൻസ് പറയുന്നത് 50,000 പ്രാവശ്യം ചുട്ടുകരിക്കാൻ മതിയായ ആറ്റം ബോംബുകളും ഹൈഡ്രജൻ ബോംബുകളും
ഇന്ന് റഷ്യയുടെ അമേരിക്കയുടെയും കൈവശമുണ്ടെന്ന് പറഞ്ഞു. 58,000 है 50,000 टाइम्स. ओके तो अभी हमारे केवल इस दुनिया में जो अधिकारियां है, जो लोग रहते हैं अमेरिका, रशिया, चाइना, बड़े बड़े जो राज्य लोग हैं, उनके पास ऐसा एटॉमिक बॉम्ब है, हाइड्रोजन बॉम्ब है, न्यूक्लियर बॉम्ब है, जो ये दुनिया को 50,000 बार करेगा तो दुनिया को खत्म कर सकता है, जलाकर राख कर सकता है करके ऐसा बड़ा शक्ति वाला बॉम्ब उनके पास है. ഈ ഭൂമി മുഴുവൻ കത്തി നശിക്കാൻ വെറും ഒരു 4 മണിക്കൂർ മതി എന്നാ പറയുന്നത്. तो मतलब एक बॉम्ब में पूरा दुनिया राख करके खत्म करने के लिए 4 घंटे में पूरा दुनिया को खत्म कर सकते हैं, ऐसे एक बॉम्ब में शक्ति है. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു ഇത് കത്തി അഴിയുമെന്ന്. परमेश्वर का वचन कहता है कि यह जलकर उसका पदार्थ भी पिघल जाएंगे. ഇതൊക്കെ ഇത് മനുഷ്യൻ ഇതെല്ലാം കണ്ടുപിടിച്ച് വെച്ചിരിക്കുക. ये सब तो मनुष्य ने बनाकर उत्पन्न करके रखा है. നമ്മൾ ചിന്തിക്കണം, അപ്പൊ ദൈവത്തിന്റെ സർവ്വജ്ഞാനം എത്ര വലുതാണ്. तो परमेश्वर का सर्व ज्ञान सामर्थ्य कितना बड़ा है. നമ്മുടെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. हमारा परमेश्वर एक बात पूछता है, कहता है 41-ാം അധ്യായം Isaiah 41 അതിന്റെ 22-23 വാക്യം വായിക്കുമ്പോൾ उसका 22 और 23 Isaiah 41 का 22-23 അവിടെ വായിക്കുകയാണ്, നിങ്ങൾ ദേവന്മാർ എന്ന് ഞങ്ങൾ അറിയേണ്ടതിന് മേലാൽ വരുവാനുള്ളത് പ്രസ്താവിപ്പീൻ. तो पढ़ेंगे. वे उन्हें देकर हमको बताए कि भविष्य में क्या होगा. आगे ठीक है 23 वचन है ना. नहीं 23 पढ़ना. भविष्य में जो कुछ घटेगा वह बताओ, तब हम मानेंगे कि तुम ईश्वर हो. भला या बुरा कुछ तो करो कि हम देखकर चकित हो जाए. അപ്പോൾ ദൈവം പോലും പറയാണ്, അങ്ങനെ ആർക്കെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ പറ. हाँ तो वहां पर हमारा परमेश्वर, बाइबल का परमेश्वर क्या कहता है कि इस दुनिया में ऐसा कोई है क्या जो अपने आप को देव बोलता है और दुनिया का अंत कभी होगा, कैसा होगा, वैसा होगा करके कोई है तो बताओ परमेश्वर को. പ്രിയമുള്ളവരെ, ഇങ്ങനെ പറയുവാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? क्या ऐसा इस तरह हमारे बीच में ऐसा बोलने वाला कोई भी है क्या? എന്നാൽ ഈ ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ ഇതൊരു പ്രവചന പുസ്തകമാണ്. लेकिन बाइबल को जब हम पढ़ते समय में ये एक भविष्यवाणी का पुस्तक है. ഇതില് 25%-ലധികവും പ്രവചനങ്ങളാണ്. हाँ, इसमें 25% से भी ज्यादा बातें बाइबल में 25% से भी ज्यादा बातें भविष्यवाणियां ഈ हैं. പ്രവചനങ്ങളെല്ലാം അതുപോലെ കൃത്യമായി അതിന്റെ സമയത്ത് നിവർത്തിക്കപ്പെട്ടു. और इस भविष्यवाणियों में से बहुत से बातें हम देखते हैं उसका सही समय पर पूरा हुआ. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ പോലും हम जानते हैं हमारा प्रभु जब इस दुनिया में था, താൻ തന്റെ ജീവിതത്തിൽ ഓരോന്നും നടക്കാൻ പോകുന്നതിനെ കുറിച്ച് തന്റെ ശിഷ്യന്മാരിൽ ഒരുവൻ ഒറ്റിക്കൊടുക്കും, താൻ യെരൂശലേമിലേക്ക് പോകും, അവിടെ താൻ കൊല്ലപ്പെടും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പ്രവചിച്ചു. അതുപോലെ തന്നെ സംഭവിച്ചു. നമ്മൾ യോഹന്നാൻ 13-19 വാക്യം വായിക്കുമ്പോൾ हम लोग यूहन्ना का पुस्तक में जब हम पढ़ते समय यीशु मसीह का जीवन को अगर हम देखा जाए तो उनके जीवन में बहुत सारा उनके विषय में भविष्यवाणी लिखा गया था कि वो पकड़ाया जाएगा, यरूशलेम में पकड़ाया जाएगा, उसका एक चेला उसको पकड़ाएगा. ये सब बातें भविष्यवाणी यीशु मसीह का जीवन में ही पूरा हुआ है करके हम देख सकते हैं. उसका एक आधार के लिए यूहन्ना का प्रभु कहता है, यूहन्ना का सुसमाचार 13-19 में हम पढ़ते हैं, അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ മസിഹ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അത് സംഭവിക്കും മുമ്പേ നിങ്ങളോട് പറയുന്നു. 13-19 अब मैं उसके होने से पहले तुम्हें जताए देता हूँ कि जब यह हो जाए तो तुम विश्वास करो कि मैं वही हूँ. അത് പറഞ്ഞ ശേഷം തന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അതിന്റെ 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. ഞാൻ ഇപ്പൊ വായിക്കാനായിട്ട് ഇപ്പൊ വായിപ്പിക്കുന്നില്ല. हाँ, तो उसके बाद तुरंत जो घटना घटी है वो 21 से 31 तक पढ़ते समय हमें मालूम पड़ता है. वो पढ़ने के लिए समय नहीं है, आप लोग नोट डाउन कर लेना 21 से 31 तक. അതിന്റെ 21 പറയാണ്, നിങ്ങളിൽ ഒരുത്തൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും. हाँ, उसका 21 में कहता है तुम में से एक जन मुझे पकड़वाएगा. അപ്പൊ നോക്കണം, കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും കർത്താവ് കൃത്യം പറയുകയാണ്. और फिर क्या क्या अवस्था होगा करके प्रभु एक एक करके बातें बताता है. ഞാൻ പറയുന്ന സാരം എന്താണെന്നറിയോ? मतलब मैं कहने का विषय क्या है, കർത്താവ് ഭാവിയെ കുറിച്ച് കൃത്യമായി പ്രവചിച്ചു. प्रभु अपने भविष्य के विषय में वो सही रीति से भविष्यवाणी किया था. തിരുവചനത്തിലുള്ള 100 പ്രവചനങ്ങൾ അത് പൂർണ്ണമായും അത്ഭുതകരമായി നിറവേറി. भविष्य बाइबल में लिखा हुआ भविष्यवाणी 100 से भी ज्यादा भविष्यवाणियां अपने समय पर पूरा हो गया. ഇന്ന് ആ പ്രവചനങ്ങളെല്ലാം ചരിത്രമായി മാറിക്കഴിഞ്ഞു. और आज वो जो भी भविष्यवाणी जो पूरा हो चुका है वो इतिहास बन चुका है. വ്യക്തികളെ കുറിച്ച് പ്രവചനമുണ്ട്, व्यक्तियों के बारे में भविष्यवाणी है, നഗരങ്ങളെ കുറിച്ചുണ്ട്, नगर के और देश के बारे में भविष्यवाणी है, ജാതികളെ കുറിച്ചും യഹൂദന്മാരെ കുറിച്ചുമുണ്ട്, जातियों के विषय में और यहूदियों के बारे में भविष्यवाणी है, സഭയെ കുറിച്ചുണ്ട്, कलीसिया के बारे में है, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവചനങ്ങളുണ്ട്, यहाँ तक प्रभु यीशु मसीह के बारे में भी भविष्यवाणी है, ലോക സംഭവങ്ങളെ കുറിച്ചുണ്ട്, संसार में जो अवस्था होने वाला है उसके ऊपर भविष्यवाणी है, ധാർമ്മികവും സാമൂഹികവുമായിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ചുണ്ട്, धार्मिक विषय और सामूहिक विषय के बारे में भविष्यवाणी
भविष्यवाणी है, ഈ പ്രപഞ്ചത്തെ കുറിച്ചും ये दुनिया के बारे में भविष्यवाणी है। ഇങ്ങനെയുള്ള എല്ലാം നമുക്ക് ബൈബിളിൽ കൃത്യമായിട്ട് കാണാൻ കഴിയും. അത് അതുപോലെ സംഭവിച്ചു, ഇനി സംഭവിക്കാനിരിക്കുന്നതും സംഭവിക്കും എന്നുള്ളത് കഴിഞ്ഞകാല പ്രവചനങ്ങൾ നിവൃത്തിയായതിന്റെ വെളിച്ചത്തിൽ നമുക്ക് വിശ്വസിക്കാം. तो इस तरह बहुत से बातें हैं जो अभी तक के इतना प्रकार की भविष्यवाणियां हैं जो पूरा हो चुका है, और भी बातें हैं जो पूरा होगा, और ये पूरा होगा करके हम विश्वास करते हैं। क्यों? जो बातें घटी है अभी तक, ये बात उसको सबूत साबित करता है कि बाइबल में लिखा हुआ सब भविष्यवाणी पूरा होगा। എത്ര ശ്രേഷ്ഠമാണ് ഇവിടെ. कितना श्रेष्ठ बात है। കൃത്യസമയത്ത് ആ പറഞ്ഞിരിക്കുന്ന നിലയിൽ തന്നെ കൃത്യമായ കാര്യങ്ങൾ ആ പ്രവചനങ്ങൾ നിറവേറിയെങ്കിൽ ഇനിയും നിറവേറാനുള്ളത് അതുപോലെ കൃത്യമായി നിറവേറും. तो सही सही समय पर प्रभु के बाइबल में लिखा हुआ जैसा जैसा बोला है उस रीति से बहुत से भविष्यवाणी पूरा हो चुका है, तो आने वाला दिनों में भी जो भी भविष्यवाणी बाकी है अपने अपने समय पर वो पूरा होगा। ഞാൻ പറഞ്ഞല്ലോ, ഓരോ വ്യക്തികളെ കുറിച്ചും ദേശത്തെക്കുറിച്ചും രാജ്യങ്ങളെ കുറിച്ചും ജാതികളെ കുറിച്ചും എല്ലാം 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 അതുപോലെ നിറവേറി. एक एक व्यक्ति के बारे में, एक लोगों के झुंड के लोगों के बारे में, देश के बारे में, जातियों के बारे में, इजराइल के बारे में, ये सब बातों के विषय में भविष्यवाणी लिखा गया और वो सब समय समय पर पूरा हो रहा है। എക്സാമ്പിൾ ഞാനൊരു വാക്യം വായിപ്പിക്കാം. 2 രാജാവ് 10:10 ആഹാബ് ഗ്രഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതിന്റെ 10:10 ദൂസര രാജ 10:10. അപ്പോൾ ആകയാൽ യഹോവ ആഹാബ് ഗ്രഹത്തെ കുറിച്ച് അരുളി ചെയ്ത യഹോവയുടെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമായില്ല എന്ന് അറിഞ്ഞുകൊള്ളുകയും, ഒന്നും നിഷ്ഫലമായില്ല, അതിനെക്കുറിച്ച് പറഞ്ഞത് അതുപോലെ നിവർത്തിക്കപ്പെട്ടു. 10वां राजा 10:10 में वहां पर भविष्यवाणी एक दिया है। जो वचन यहोवा ने अहाब के घराने के विषय कहा, उसमें से एक भी बात बिना पूरी हुई न रहेगी. तो वो मतलब सब के सब वो पूरा हो चुका है। അപ്പോൾ നിഷ്ഫലമായില്ല, ആകെയില്ല എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ അങ്ങനെ തന്നെ സംഭവിച്ചു. तो ये कभी निष्फल नहीं होगा या पूरा नहीं होगा, ऐसा नहीं है, हो जाएगा करके, और वैसा ही हुआ। അപ്പോൾ നമ്മൾ കർത്താവായ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ प्रभु यीशु मसीह के बारे में भविष्यवाणी को देखेंगे तो കർത്താവിന്റെ ജനനത്തിന് മുമ്പ് തന്നെ തന്റെ വംശപാരമ്പര്യം കൃത്യമായി പറഞ്ഞിരുന്നു. प्रभु का जन्म के पहले से ही उनका वंश का पीढ़ी के बारे में, उसका उनके बैकग्राउंड के बारे में बताया गया था। നോക്കണം, ഏത് വംശത്തിൽ കർത്താവ് പിറക്കുമെന്ന് പറഞ്ഞാൽ ആ വംശത്തിൽ തന്നെ കർത്താവ് പിറക്കും. किस वंश से प्रभु का जन्म होगा करके बोला, भविष्यवाणी किया गया था, उसी वंश से प्रभु का जन्म हुआ। ജനന സമയം പറഞ്ഞു, जन्म का समय बताया गया, അതിന്റെ മുന്നോടി പറഞ്ഞു. അതിന്റെ മുന്നോടി പറഞ്ഞാൽ उसे पहले होने वाला बात, हाँ, और उसके आसपास का परिसर की बातें, जो पहला पहला होने वाला बातें, वो भी बताया था। ജന്മസ്ഥലം പറഞ്ഞു, जन्म का स्थान बताया था, ജനന രീതി പറഞ്ഞു, किस रीति से जन्म लेगा वो बताया था, ശൈശവാവസ്ഥ എങ്ങനെയായിരിക്കും പറഞ്ഞു, उसका बचपन का, उसका जो बच्चा रहते समय में उसका अवस्था क्या होगा बताया है, തന്റെ ആളത്വത്തെ കുറിച്ചും ഉപദേശത്തെ കുറിച്ചും പറഞ്ഞിരുന്നു. उसका व्यक्तित्व के बारे में, और ये व्यक्ति यीशु क्या क्या उपदेश देगा उसके बारे में भविष्यवाणी किया है। തന്റെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു, उसका स्वभाव के बारे में बताया है, തന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു, उसका जीवन के बारे में बताया है, തന്റെ പ്രസംഗത്തെ കുറിച്ച് പറഞ്ഞു, उसका प्रचार के बारे में बताया है, ഈ ലോകം തന്നെ സ്വീകരിക്കുന്നതിനെ കുറിച്ചും നിരാകരിക്കുന്നതിനെ കുറിച്ചും പറഞ്ഞു, जो संसार स्वीकारेगा, जो संसार ठुकराएगा, वो बात का भविष्यवाणी दिया है। മരണത്തെ കുറിച്ച് പറഞ്ഞു, उसका मृत्यु के बारे में बोला है, മരിച്ച ശേഷം സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞു, मरने के बाद उसका कैसा गाड़ा जाएगा, संस्कार करेगा, वो भी बताया है। ഉയർപ്പിനെ കുറിച്ച് പറഞ്ഞു, वो पुनरुत्थान के बारे में कहा है, സ്വർഗാരോഹണത്തെ കുറിച്ച് പറഞ്ഞു. स्वर्ग आरोहण के बारे में कहा है। എല്ലാം ഇതുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു വ്യക്തി ലോകത്തിൽ ഉലകത്തിൽ ഉണ്ടോ പ്രിയമുള്ളവർ? तो इस रीति से, एकदम स्पष्ट रीति से, जन्म से लेकर मृत्यु से लेकर पुनरुत्थान के लेकर स्थानावरण तक का एक एक भविष्यवाणी बाइबल में लिखा हुआ एकमात्र व्यक्ति जो सब कुछ पूरा हो चुका है, ऐसा दुनिया में दूसरा कोई व्यक्ति है क्या? ഇന്ന് മനുഷ്യൻ പറയുമല്ലോ ഞങ്ങൾ വലിയ ബുദ്ധിമാനാണെന്ന്. ഏതെങ്കിലും ജനിക്കാനുള്ള ഒരു വ്യക്തിയെ കുറിച്ച് ഇതുപോലെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിന്റെ ഒരു ചെറിയ അംശമെങ്കിലും പറയാൻ ആർക്കെങ്കിലും കഴിയും? तो आज दुनिया में बहुत सारे मनुष्य बोलते हैं कि मैं बुद्धिमान हूँ, तो ये बुद्धिमान मनुष्य को कहना चाहता हूँ कि एक मनुष्य जो जन्म लेगा, उस जन्म के विषय में, जैसे यीशु मसीह के बारे में जन्म से क्या क्या अवस्था होगा करके रेखा किया गया, उसमें से एक छोटा सा बात भी कोई भविष्य में जन्म लेने वाला व्यक्ति के साथ हो सकता है करके आप लोग बता सकते हैं क्या? എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇതൊക്കെ ദൈവത്തിന് മാത്രം കഴിയുന്ന, ആദിയിലെ അന്തം അറിയുന്ന ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യമല്ല. प्रियो, एक बात समझ, ये सिर्फ परमेश्वर से मुमकिन है जो शुरुआत में ही अंत क्या है जानता है। നമ്മൾ ചിന്തിക്കണം, കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വരുന്നതിന് മുൻപ് 1500 വർഷം മുമ്പ് ജീവിച്ചിരുന്ന മോശെ തുടങ്ങി യേശുവിനെ കുറിച്ച് എഴുതാൻ തുടങ്ങി. हम देखो, यीशु मसीह जन्म लेने से 1500 साल पहले मूसा के समय से ये मसीहा के बारे में गवाही और भविष्यवाणी उस समय से लिखा शुरू हुआ है। അപ്പോൾ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ കർത്താവ് ഒരു കാര്യം എടുത്തു പറഞ്ഞല്ലോ. प्रभु जब इस दुनिया में था, एक बात उन्होंने उठा के कहा था। ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 24-ാം അധ്യായത്തിന്റെ 44-ാം വാക്യത്തിൽ, लूका का पुस्तक उसका 24वां अध्याय उसका 44 में हम पढ़ते हैं, മോശയുടെ
ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. हाँ, मूसा का पुस्तक में, भविष्यवक्ताओं के पुस्तक में और भजन संगीताओं में मेरे बारे में लिखा गया है. നിങ്ങൾ ശ്രദ്ധിക്കുക, अപ്പൊ മോശ കർത്താവിന്റെ ജന്മത്തിന് 1500 വർഷം മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. मूसा के पुस्तक में लिखा है, बोला तो मतलब मूसा कब प्रभु यीशु मसीह से 1500 साल पहले जिया हुआ व्यक्ति है. Praise the Lord. Amen. അന്ന് എഴുതിയത് 1500 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അതുപോലെ നിർവർത്തിക്കണമെന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, അത് ഏതെങ്കിലും മാനുഷിക ജ്ഞാനത്തിലുണ്ടാകുന്ന കാര്യമാണോ? तो उस दिनों से ही 1500 साल पहले ही भविष्यवाणी किया और बातें सही रीति से यीशु मसीह के बारे में पूरा हो गया, बोला तो क्या ये मनुष्य से संभव है क्या? പഴയ നിയമത്തിൽ മാത്രം 333 പ്രവചനങ്ങൾ കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. पुराने नियम में लगभग 333 भविष्यवाणी प्रभु के बारे में दिया गया है. അതിൽ 106 അതുപോലെ നിവർത്തിച്ചതായിട്ട് മത്തായിയിൽ മാത്രം കാണാൻ കഴിയും. और उसमें 106 भविष्यवाणियां ही पूरा हो चुका है करके मत्ती का पुस्तक से ही हम पढ़ सकते हैं. Praise the Lord. പ്രിയമുള്ളവരെ, ഒരു കാര്യം മനസ്സിലാക്കുക. इसलिए एक बात समझे प्रियो, ഈ പ്രവചനങ്ങളെല്ലാം കർത്താവ് സർവജ്ഞാനിയാണെന്നുള്ളതിന്റെ വലിയ തെളിവല്ലേ? ये सब भविष्यवाणियां जो पूरा हुआ है, बताया है वचन की बातें, परमेश्वर सर्वज्ञानी है करके साबित करता है ना. നമ്മള് യെശയ്യാവ് 42:9 വാക്യം വായിക്കുമ്പോൾ ഐസായ 43 का 9 में हम पढ़ते हैं, പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു, ഞാൻ പുതിയത് അറിയിക്കുന്നു, അത് ഉത്ഭവിക്കും മുമ്പേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. ദൈവം പറയുന്ന കാര്യമാണ്. 43 का 9 पढ़ेंगे. 42 का 42 हाँ, ओके, सॉरी, 42 का 9. 42 देखो, पहली बातें तो हो चुकी है, अब मैं नई बातें बताता हूँ. उनके होने से पहले मैं तुमको सुनाता हूँ. देखो, उनके होने से पहले ही मैं तुमको सुनाता हूँ. അപ്പോൾ ദൈവം എല്ലാം മുന്നമേ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരികയാണ്. तो प्रभु ये सब पहले से ही हमें बता रहा है. അപ്പോൾ ഈ ബൈബിളിന്റെ ഒരു മഹാത്മ്യം ഒരു വലിയ വേദപണ്ഡിതനായ ഒരു വ്യക്തി പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഇന്ന് ഈ സന്ദേശം ഏകദേശം അവസാനിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നു. हाँ, तो इसके लिए आज बाइबल के बारे में बताया हुआ, समझा हुआ एक वेद शास्त्र पंडित है. वो व्यक्ति ने बाइबल के बारे में क्या कहा हुआ बातें बोलकर आज का क्लास को मैं खत्म करने का चाहत रखता हूँ. ഈ ബൈബിളിന്റെ അഗാധത്വം, അതിന്റെ ആഴങ്ങൾ, അതിന്റെ വളരെ ശ്രേഷ്ഠത, हाँ, यानी कि क्या ये बाइबल का उसका गहराईपन, उसका खासियत, उसका श्रेष्ठता क्या है करके एक वेद पंडित ने इस तरह कहा है. അദ്ദേഹത്തിന്റെ പേര് AJ ഡിസ്പ്രോ എന്നാണ്. AJ ഡിസ്പ്രോ. वो दास का नाम है AJ डिस्प्रो. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വചനത്തെക്കുറിച്ച്, ബൈബിളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വലിയ ആഴമായ ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവനയാണെന്ന് പറഞ്ഞു കേൾപ്പിക്കാം. यानी कि उनके अनुसार जो बाइबल के बारे में लिखा हुआ एक बात है जो उनको समझ में आया, वो बात मैं कहना चाहता हूँ. അപ്പൊ ഈ ബൈബിളിനെ കുറിച്ച് പറയാണ്, जो बाइबल के बारे में कहता है, ഈ ബൈബിൾ ഇത് ദൈവത്തിന്റെ ഹിതവും മനുഷ്യന്റെ അവസ്ഥയും രക്ഷയുടെ മാർഗവും, അതിനെ ഓരോന്ന് നിർത്തി പറയാം, അല്ലെങ്കിൽ तो ये परमेश्वर का इच्छा है, മനുഷ്യന്റെ അവസ്ഥയാണ്, मनुष्य का अवस्था है, രക്ഷയുടെ മാർഗമാണ്, और उद्धार का मार्ग है, പാപിയുടെ നാശമാണ്, पापियों का नाश है, വിശ്വാസിയുടെ സന്തോഷമാണ്, विश्वासियों का आनंद है. ഇതെല്ലാം ഈ ബൈബിളിൽ ഉൾക്കൊള്ളുന്നു. ये 5 बातें बाइबल में मिलेगा. നിങ്ങൾ ശ്രദ്ധിക്കണം, फिर से मैं बताता हूँ, ഇത് ദൈവത്തിന്റെ ഹിതമാണ്, परमेश्वर का इच्छा है, ഇത് മനുഷ്യന്റെ അവസ്ഥയാണ്, मनुष्य का अवस्था है, രക്ഷയുടെ മാർഗമാണ്, उद्धार का मार्ग है, പാപിയുടെ നാശമാണ്, पापियों का नाश है, വിശ്വാസിയുടെ സന്തോഷമാണ്, विश्वासियों का आनंद है. ഇതെല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നു. ये सब बातें बाइबल में मिलेगा. ഇതിന്റെ ഉദ്ദേശങ്ങൾ इसका उद्देश्य വിശുദ്ധവും ചട്ടങ്ങൾ കടപ്പാടുള്ളതും. ഇതിന്റെ ഉദ്ദേശങ്ങൾ വിശുദ്ധമാണ്, इसका उद्देश्य जो पवित्र है, അതിന്റെ ചട്ടങ്ങൾ നമ്മൾ കടപ്പാടുള്ളതാണ്, നമ്മൾ ചെയ്യേണ്ടതാണ്. और इसमें जो लिखा हुआ बातें है वो हमको करना चाहिए. ചരിത്രങ്ങൾ സത്യമാണ്, जो और इतिहास के रूप में ये सत्य है. ഇതിൽ തീരുമാനങ്ങൾക്ക് മാറ്റമില്ല. इसमें जो भी बातें निर्णय किया वो कभी बदलता नहीं. ഈ വചനം നിന്നെ നയിക്കുവാനുള്ള പ്രകാശമാണ്. ये वचन तुमको चलाने के लिए एक मार्ग है, एक प्रकाश है. ഇത് പോഷിപ്പിക്കാനുള്ള ആഹാരമാണ്. ये एक हमें खाकर तृप्त होने का एक भोजन है. സന്തുഷ്ടനാക്കുവാനുള്ള ആശ്വാസമാണ്. ये आनंद करने वाला एक तृप्त की बात है. ഇതെല്ലാം ഇതിനകത്ത് അടങ്ങിയിരിക്കുക. ये सब बाइबल में बात है प्रियो. ഒന്നുകൂടെ ശ്രദ്ധിക്കണം, फिर से मैं बताता हूँ, ഇത് നിന്നെ നയിക്കുവാനുള്ള പ്രകാശമാണ്, ये तुम्हें चलाने के लिए ज्योति है, ഇത് നിന്നെ പോഷിപ്പിക്കുവാനുള്ള ആഹാരമാണ്, ये तुम्हें खिलाने के लिए भोजन है, ഇത് നിന്നെ സന്തുഷ്ടനാക്കുവാനുള്ള ആശ്വാസം ഇതിനകത്തുണ്ട്. ये इसमें तुमको आनंद करने का जो तृप्तता का खासियत है वो सब बाइबल में मिलेगा. ഇത് പതികന്റെ ചാട്ട്, പതികൻ എന്ന് പറഞ്ഞാൽ യാത്രക്കാരന്റെ ചാട്ടാണ്.
ചാർട്ട് എന്ന് പറഞ്ഞാൽ ओके, तो ये जो यात्रा करने वाला जो प्रवासी लोग है, प्रवासी लोगों के लिए जो नक्शा चाहिए ना, वो प्रवासी लोग का नक्शा है बाइबल। ഇത് പരദേശിയുടെ വഴിയാണ്. ये परदेसी लोगों का रास्ता है, सही रास्ता है। ഇത് നാവികന്റെ ദിക്ക് കാട്ടിയാണ്. ये जो जहाज में चलने वाले लोगों को यात्रा जगह सही कहाँ जाना चाहिए उसका कंपास है ये। പടയാളിയുടെ വാളാണ്. और ये सेनाओं का तलवार है। ഇത് ക്രിസ്തുവിന്റെ അവകാശ പത്രമാണ്. और ये मसीह का मिरास का पत्र है। ഇത് ധനത്തിന്റെ ഭണ്ഡാരമാണ്. ये धन का भंडार है। ഇത് മഹത്വത്തിന്റെ പർദീസയാണ്. ये महिमा का परदेश, महिमा का ओके, महिमा का परदेसा है। ഇത് സന്തോഷത്തിന്റെ നദിയാണ്. ये आनंद का नदी है। ജീവിതത്തിൽ ഇത് നിനക്കായി നൽകപ്പെട്ടിരിക്കുന്നു. और ये जीवन में तुमको दिया गया है। ന്യായവിധി നാളിൽ ഇത് തുറക്കപ്പെടും. न्याय के दिनों में ये खोला जाएगा। നിത്യതയോളം ഇത് സ്മരിക്കപ്പെടും. अनंतता तक इसको याद किया जाएगा। ഇത് ഉന്നത ഉത്തരവാദിത്വം പരമേൽപ്പിക്കുന്നു. और ये ऊंचा जिम्मेदारी लोगों को प्रस्तुत करता है। വളരെ ശ്രദ്ധിക്കണം, ध्यान से समझना। ഈ വചനങ്ങൾ പ്രാപിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ വളരെ ഉന്നതമായ ഉത്തരവാദിത്തങ്ങൾ പ്രാപിച്ചിരിക്കുന്നു എന്ന് മറക്കരുത്. आमीन। जिन जिन लोगों के पास ये बाइबल है, ये वचन है, उन लोगों को एक ऊंचा रीति का पदवी और जिम्मेदारी सौंपा गया है, ये बात भूलना नहीं। വിശ്വസ്ത വൃത്തിന് പ്രതിഫലം നൽകും. जो विश्वास योग्य इसमें रहेगा उसको प्रतिफल मिलेगा। विश्वास योग्य दासों को सबको प्रतिफल मिलेगा। विश्वास योग्य दासों को ശ്രദ്ധിക്കണേ, विश्वास योग्य दासों को प्रतिफल मिलेगा। അതുകൊണ്ട് ഇത് വായിക്കുക, इसलिए इसको पढ़ना, ഇത് വിശ്വസിക്കുക, इसे विश्वास करना, സ്നേഹിക്കുക, इसे प्रेम करना, അനുസരിക്കുക, उसको मानना। എന്നാൽ നീ നിത്യതയുടെ യുഗങ്ങളുടെ ഭണ്ഡാരം നിനക്കായി അവകാശമായി നൽകുന്ന പർദീസയിലേക്ക് അത് നിന്നെ നയിക്കും. ये सब बातों मानेंगे तो तुम्हें अनंतता में मिलने वाला भंडार और धन का उस परदेसा में तुम पहुंचेगा। आमीन। ഓ, ഈ പ്രയോഗങ്ങൾ വാസ്തവത്തിൽ ഒരു 10 പ്രാവശ്യം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കണ്ട. तो ये यहाँ पर लिखा हुआ ये वचन का घोषणाओं को कम से कम 10 बार आपको पढ़ा के सुनाना चाहिए। ऐसा खुशी से मुझे उमड़ आ रहा है बातें, കാരണം ഇത് അത്ര ശ്രേഷ്ഠമായ കാര്യമാണ്. क्योंकि उतना श्रेष्ठ बातें वचन के बारे में लिखा है। Praise the Lord. Praise the Lord। ഇനി ഒരു കാര്യം പറഞ്ഞാൽ നിർത്താം. एक और बातें बताना चाहता हूँ, ഇത് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. क्योंकि ये बहुत मूल्यवान है, इसलिए मैं बताना चाहता हूँ। കാരണം 12 PhD പ്രാപിച്ച ഡോക്ടർ വില്യം എഫ് ഓൾബ്രൈറ്റ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, एक शास्त्री जिसने शास्त्रज्ञ यानी कि साइंटिस्ट है जो 12 PhD से भी ज्यादा पाया हुआ सर പിന്നെ ഡോക്ടർ വില്യം എഫ് ഓൾബ്രൈറ്റ്. डॉक्टर विलियम एफ ऑलब्राइट। നിങ്ങൾ ശ്രദ്ധിക്കുക, एक बात समझना, ഈ മനുഷ്യൻ ഈ ബൈബിള് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ആളാണ്. ये एक ऐसा व्यक्ति है जिसने बाइबल गलत है करके साबित करने के लिए निकला। എന്നാലും ബാബിലോണിൽ ചെന്ന് ഉത്ഖനനം ചെയ്ത് കഴിഞ്ഞ് ഗവേഷണം നടത്തി കഴിഞ്ഞപ്പോൾ ഈ ബൈബിളിൽ പറയുന്നത് അതുപോലെ കൃത്യമാണെന്ന് താൻ മനസ്സിലാക്കുകയും താൻ തന്നെ ഒരു ചരിത്രം, ഇത് ബൈബിൾ സത്യമാണെന്ന് താൻ പുസ്തകം എഴുതാൻ തുടങ്ങി. हाँ, तो फिर उसने क्या किया, ये बाइबल गलत है साबित करने के लिए बाबिलोन में गया और उधर की जगहों को खोदा और शिक्षण किया, अभ्यास किया। पढ़ने के बाद मालूम पड़ा जैसा बाइबल में लिखा है वैसे ही मैं इधर देख रहा हूं करके बोलकर वो व्यक्ति खुद परिवर्तन होकर ये बाइबल सही है करके उसने पुस्तक भी लिखा। നിങ്ങൾ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ. तो जरा समझे प्रियो, അയ്യോ, ഞാൻ പറയുന്നത് ഈ നിരീശ്വരവാദികൾ എത്രയോ പേര് വിശ്വാസികളായിട്ടുണ്ടോ അറിയോ? मैं बताना चाहता हूँ इस दुनिया में जितने भी निरीश्वरवादी है, यानी कि जो परमेश्वर है ही नहीं विश्वास करने वाले, कितने लोगों ने विश्वास किया बाइबल के द्वारा। അവര് വചനത്തിന് തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രദ്ധയോടെ വായിച്ചു. वो लोग क्या किया, बाइबल में गलती निकालने के लिए एकदम ध्यान से पढ़ने लगे അപ്പൊ അവർക്ക് മനസ്സിലായി ഇത് സത്യമാണ്. और तभी उनको मालूम पड़ा वचन तो सत्य है। എത്ര അനുഭവം ഉണ്ടല്ലേ, कितना सच्चाई के अनुभव की बात है ना। ഞാൻ ഒരു കാര്യം പറയട്ടെ, एक बात बताना चाहता हूँ, ഇത് മാനുഷിക ബുദ്ധിയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു ഗ്രന്ഥമല്ല. ये मनुष्य का बुद्धि से उत्पन्न हुआ कोई ग्रंथ नहीं है। ഈ വചനത്തിന്റെ ഒരു സവിശേഷതയോട് പറഞ്ഞോട്ടെ. ये वचन का एक और खासियत बताना चाहता हूँ। ഇതിനെക്കുറിച്ച് പിന്നെ ഏകദേശം 3800 പ്രാവശ്യം പ്രസ്താവിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഇത് യഹോവയുടെ വചനം എനിക്കുണ്ടായി, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇങ്ങനെയുള്ള 3800 प्रस्तावना നമുക്ക് ഈ ബൈബിളിൽ കാണാൻ പറ്റും. तो ऐसा लगभग 3800 बार ऐसा शब्द लिखा गया है। ये परमेश्वर का वचन है, परमेश्वर के द्वारा ये बोला गया है, परमेश्वर ने मुझे बताया करके इस रीति का शब्द लगभग 3800 बार बाइबल में हम देख सकते हैं। Praise the Lord. Amen। അപ്പോൾ ഇത് ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് ഉണ്ടായതല്ല കേട്ടോ. तो फिर ये मनुष्य का बुद्धि से उत्पन्न हुआ बातें नहीं है। മാത്രമല്ല, केवल उतना ही नहीं, നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ हमारा प्रभु जब इस दुनिया में था, കർത്താവ് ഈ പുസ്തകങ്ങളെ പൂർണ്ണമായിട്ട്
അംഗീകരിച്ചു. हमारा वो प्रभु ने ये पुस्तकों को पूर्ण रीति से माना था. അതിന് ഒന്ന് രണ്ട് തെളിവുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കോ. उसका भी एक दो सबूत बताना चाहता हूँ. മത്തായി 5:17-18 मत्ती का पुस्तक 5 का 17 और 18. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാൻ അത്ര ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളും ന്യായപ്രമാണത്തിൽ നിന്നും ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ഇത് കർത്താവിന്റെ പ്രസ്താവനയാണ്. प्रभु क्या कहते हैं व्यवस्था के बारे में? मत्ती 5 का 17-18. यह न समझो कि मैं व्यवस्था या भविष्यवक्ताओं की पुस्तकों को लोप करने आया हूँ. लोप करने नहीं परंतु पूरा करने आया हूँ. क्योंकि मैं तुमसे सच कहता हूँ कि जब तक आकाश और पृथ्वी टल न जाए तब तक व्यवस्था से एक मात्रा या एक बिंदु भी बिना पूरा हुए नहीं टलेगा. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് ഈ തിരുവചനത്തെ കർത്താവ് പൂർണ്ണമായിട്ടും അത് അംഗീകരിച്ചു. तो यहाँ पर एक देखते हैं कि प्रभु ने ये वचन को पूरा रीति से मान लिया है. उसको नाश करने नहीं बल्कि पूरा करने के लिए आया करके प्रभु वचन को मान रहा है. അപ്പോൾ ഇവിടെയും കർത്താവ് എന്ന് പറഞ്ഞാൽ ദൈവം സ്വയം മനുഷ്യനായി ഈ ലോകത്തിൽ വന്നപ്പോൾ ഈ വചനങ്ങളെ പൂർണ്ണമായിട്ടും തന്റെ വചനമായിട്ട് അംഗീകരിച്ചു. तो याद है कि परमेश्वर जो मनुष्य बनकर आया, प्रभु यीशु मसीह वो मनुष्य बनकर आया और ये यीशु मसीह ने वचन को माना, उसको अंगीकार किया. മാത്രമല്ല ഈ വചനത്തിൽ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ യഥാർത്ഥം നടന്നതായിട്ട് കർത്താവ് അംഗീകരിച്ചു. और बाइबल में लिखा हुआ जो पुराने नियम की बातें वो सब बातें हुआ है करके प्रभु ने माना है. നമുക്കറിയാം നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയം, नोह के समय में जो पानी का बाढ़ आया वो बातें, ഒരു കാലത്ത് ഇതൊക്കെ ജനങ്ങൾക്ക് വിശ്വാസമില്ലായിരുന്നു. एक समय में ये सब बातें लोग विश्वास नहीं करते थे. എന്നാൽ ഉൽപ്പത്തിയിൽ പറയുന്ന ആ കാര്യങ്ങൾ യഥാർത്ഥമാണെന്നുള്ള കാര്യം കർത്താവ് അംഗീകരിച്ചു. लेकिन उत्पत्ति में जो हुआ पानी का जो न्याय वो सच्ची में हुआ है करके प्रभु ने माना है. കാരണം നമ്മൾ ലൂക്കോസ് 17:26-27 വാക്യം വായിക്കുന്നു. लूका 17 का 26-27 जब पढ़ते हैं, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിൽ ഉണ്ടാകും. हाँ, जैसा नूह के समय में हुआ वैसा मनुष्य के पुत्र के आगमन के समय में भी होगा. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് അവരെ എല്ലാവരെയും മൂടിക്കളഞ്ഞു. उसका 27 पढ़ेंगे. जिस दिन तक नूह जहाज पर न चढ़ा उस दिन तक लोग खाते पीते थे और उनमें विवाह होते थे. जब जल प्रलय ने आकर उन सब को नष्ट किया. അപ്പോൾ അതുപോലെ തന്നെ ലോത്തിന്റെ സംഭവത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന് 32 വാക്യം, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. फिर 32वां वाक्य में देखो, लूत की पत्नी को याद करो. मतलब लूत का समय में जो घटना हुआ, सोदोम गोमोरा का न्याय हुआ, वो भी प्रभु मान रहा है. അപ്പോൾ ഞാൻ പറയുന്ന സാരം तो मतलब कहने का उद्देश्य क्या है? ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന യോനയുടെ സംഭവത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ये बाइबल में लिखा हुआ जो योना के साथ जो हुआ, യോന 3 രാവും 3 പകലും തിമിംഗലത്തിന്റെ വയറ്റിൽ ഇരുന്ന പോലെ തന്നെ മനുഷ്യപുത്രനും ഇരിക്കണമെന്നുള്ള കാര്യം മത്തായി 12:40 കർത്താവ് പറയുന്നുണ്ട്. मत्ती का सुसमाचार 12 का 40 में कहता है कि जैसा योना ने 3 दिन और 3 रात मछली के पेट में बसाया, उसी तरह मनुष्य का पुत्र भी भूमि के नीचे 3 दिन 3 रात बसेगा करके कहता है. അല്ലേ? 12:40 യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും എന്ന് മത്തായി 12:40 നമ്മൾ വായിക്കുന്നു. मत्ती 12 का 40 पढ़ेंगे. योना 3 रात दिन जल जंतु के पेट में रहा, वैसे ही मनुष्य का पुत्र 3 रात दिन पृथ्वी के भीतर रहेगा. അപ്പോൾ അല്ല ഇതെല്ലാം ഞാൻ പറഞ്ഞ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും കർത്താവ് അതിനെ അംഗീകരിക്കുന്നുണ്ട്. यानी कि पुराने नियम में लिखा हुआ जो भी बातें प्रभु उसको मान रहा है वो सच है करके प्रभु स्थापना कर रहा है. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ള കാര്യം ഉൽപ്പത്തിൽ പറയുന്ന കാര്യം കർത്താവ് 2-ാം അധ്യായം നമുക്കറിയാമല്ലോ. ആ കാര്യങ്ങൾ കർത്താവ് ഇവിടെ ആയിരുന്നപ്പോൾ മത്തായി 19:4-5 പറഞ്ഞു. जो परमेश्वर ने उत्पत्ति में जो मनुष्य को सृजा हुआ बातें, वो मत्ती का सुसमाचार 19वां अध्याय उसका 5 और 6 में 4-5 में प्रभु ने कहा है. അതിന് അവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്നും അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഇത് നമ്മൾ ഉൽപ്പത്തി 2:24 വായിക്കുന്ന കാര്യമാണ്. मत्ती का 19:4-5 जल्दी पढ़ेंगे. उसने उत्तर दिया, क्या तुमने नहीं पढ़ा कि जिसने उन्हें बनाया उसने आराम से नर और नारी बनाकर कहा, इस कारण मनुष्य अपने माता पिता से अलग होकर अपनी पत्नी के साथ रहेगा. तो ये सब बातें जो आरंभ में लिखा हुआ बातें, मतलब उत्पत्ति का पुस्तक 2 अध्याय में लिखा हुआ बातें वो यहाँ पर लिखा है. അതിനകത്തിൽ പറയുന്ന പഴയ നിയമത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും അതുപോലെ കൃത്യവും സത്യവുമാണ്. इसलिए वचन में लिखा हुआ एक एक संभावना घटनाएं वो सब सत्य है, सच्चाई से हुआ है. ഒരുപാട് വിശദീകരിക്കാനുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിശദീകരിക്കുന്നില്ല, സമയത്തിന്റെ കുറവുണ്ട്. समय की कमी की
वजह से मैं आगे नहीं जाना चाहता, क्योंकि बहुत से बातें हैं जिससे हम साबित कर सकते हैं, वर्णन करना चाहिए था। മോശ മരുഭൂമി യാത്രയിൽ താമര സർപ്പത്തെ ഉയർത്തിയത് നിങ്ങൾക്കറിയാം. हाँ, हम जानते हैं कि मूसा अपने उस जंगल के सफर में उस पित्तल का सर्प को उसने उठाया। അത് സത്യമാ. वो सत्य है। അതിലേക്ക് നോക്കിയവർ അവര് മരണപ്പെട്ടില്ല. और जो कोई मरने वाले लोग उस पित्तल का सर्प को उठाया हुआ देखा, वो लोग बच गए, कोई मरे नहीं। കർത്താവ് ആ കാര്യം യോഹന്നാൻ 3:14 എടുത്തു പറഞ്ഞു. वही बात प्रभु यूहन्ना का सुसमाचार 3:14 में प्रभु कहता है, जॉन 3:14। മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. जिस रीति से मूसा ने जंगल में सांप को ऊंचे पर चढ़ाया, उसी रीति से आवश्यक है कि मनुष्य का पुत्र भी ऊंचे पर चढ़ाया जाए. ഓ ദൈവമക്കളെ, ഇതെല്ലാം നമ്മൾ ഓർക്കണം. इसलिए ये सब बातें हमें जानना है। നമ്മൾ ഈ വചനങ്ങളെ ശരിക്കും ഗ്രഹിക്കണം. ये वचन को सही रीति से ग्रहण करना है। തിരുവെഴുത്തുകൾ വളരെ പ്രയോജനമുള്ളവയാണ്. परमेश्वर का वचन बहुत लाभदायक है। ഇതിനെക്കുറിച്ച് നമ്മൾ ഒന്നുകൂടെ ആഴമായിട്ട് പഠിക്കാൻ പോവുകയാണ്. इसके विषय में और भी गहराई से हम पढ़ने जाएंगे। പ്രയോജനമുള്ള ഒന്നും കളയരുത്. जो भी लाभदायक है, फायदे की बात है, उसको कभी उसको फेंकना नहीं, उसको संभाले रखना है। ഇതിനെ വളരെ ദാഹത്തോടെ വിശപ്പോടെ കാണണം. इसके लिए एकदम भूख और प्यास से हम लोग वचन की उपस्थिति में बने रहे। കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. प्रभु हम सबको सहायता करे। കർത്താവിന്റെ കൃപ നിങ്ങളെല്ലാവരും കൂടെ. प्रभु का अनुग्रह हम सब में बने रहे। आमीन।